ഞാൻ ഇത്രയും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലേ എന്നെ ട്രേഡിങ്ങിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ കോൺഫിഡൻസാണ്, എൻ്റെ ഫിയർ ഇല്ല, എനിക്ക് ഗ്രീഡില്ല, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡാണ്, ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഫോക്കസ്ഡ്, അല്ലാതെ കിട്ടുന്ന പൈസയിലല്ല. ഈവൻ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൗൺസിലിങ്ങിന് പോകാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പണ്ട്, ഒരു 2021-22 സമയത്ത്. അപ്പോഴത്തെ ചിന്താഗതി ഉണ്ടോ, അയ്യോ എനിക്കെന്താ പ്രശ്നമുണ്ടോ അതിന്. എപ്പോഴാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അറിവിലേക്ക് നമ്മൾ ചെയ്ത് പഠിക്കുകയാണല്ലോ. അതെ അതെ, അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ എത്ര വർഷം എടുക്കും ഒരു ട്രേഡിങ്ങിലൊന്ന് നിലയുറപ്പിക്കാം? പലരുടെയും പ്രശ്നം എന്താണെന്നറിയാം, ഒരു 1000 രൂപ ഇട്ടിട്ട് 2000 ഉണ്ടാക്കണം, 10,000 രൂപ ഇട്ടിട്ട് ഇവർക്ക് 10,000 രൂപ ഉണ്ടാക്കണം. ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 1000 CR AUമിലേക്കൊക്കെ എത്തണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ടാർഗറ്റ്. ഇപ്പോൾ 25 ഞാൻ ടച്ച് ചെയ്ത് നിൽക്കുവാണ്. എന്നാലും ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ 90%-നകത്ത് 10,000 രൂപ ക്യാപിറ്റൽ ഉള്ളവരാണ് കൂടുതലും ലൂസ് വന്നിട്ടുള്ളത്. ഒരു റിസ്ക് എടുക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്ന സമയത്ത് റൈറ്റ് ടൈം ഉണ്ടോ റിസ്ക് എടുക്കാൻ? അതായത് താങ്കൾ ഒരു ബിസിനസ്സുകാരനാണ്, പല ബിസിനസ്സുകളുടെ ഉടമയാണ്, റൈറ്റ് ടൈം ഫോർ റിസ്ക് ഏതാ? ഇപ്പോൾ ഒരു റൂമിൽ നമ്മൾ 100 പേരുണ്ടെന്ന് വിചാരിക്കുക, 100 പേർക്ക് സെയിം സ്റ്റോക്കിൽ അവർ ട്രേഡ് ചെയ്യുമെന്ന് വിചാരിക്കുക, സെയിം സ്ട്രാറ്റജി, എല്ലാം സെയിം ക്യാപിറ്റൽ. അത് ചിലർ 1000 രൂപയാകുമ്പോൾ ഇറങ്ങും, ചിലർ 2000 രൂപയാകുമ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ ഇറങ്ങും, ചിലവരെന്താ 2000 മതി എന്നൊക്കെ വെച്ച് മനസ്സിലിരിക്കും. പക്ഷേ 2000 ആകുമ്പോഴത്തേക്ക് അവർ ഇച്ചിരി കൂടെ കിട്ടിയാലോ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക, മൊത്തം അടിച്ചങ്ങ് പോകും. ഇതൊക്കെയാണ് ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് നല്ല സമയമെടുക്കും. ഒരു മാസം നിങ്ങൾക്കൊരു 300 രൂപ ഇല്ലെങ്കിൽ 500 രൂപ കിട്ടും, 3 to 5%. ഇതാണ് റിയാലിറ്റി. അല്ലാതെ ഡബിൾ ആകാനോ ത്രിബിൾ ആകാനോ ഒന്നുമില്ല, പറ്റത്തില്ല. ഞാനൊരു മാസം ട്രേഡ് ചെയ്യുകയാണ്, എനിക്ക് 3% കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. 5% കിട്ടി എനിക്ക് ബമ്പർ ലോട്ടറി അടിച്ച ഫീലാണ്. ഒരു സർക്കാർ ജോലി വാങ്ങുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം നമ്മൾ സേവ് ചെയ്യുക, എന്നിട്ട് ഈ പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ച് ചിലപ്പോൾ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ നേരത്തെ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് വരുന്ന പെൻഷനിൽ നിന്നൊക്കെ നമ്മൾ ജീവിക്കുക, ഇതിനിടയിൽ ഒരു വീട് വെക്കുക. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് തന്നെ ഒരുപാട് കാലമായി. അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഈ പൈസ പ്രോപ്പറായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ്സുകാരനാവാം, ഓൺട്രപ്രണർ ആവാം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ രേണു, എനിക്കൊപ്പം ഉള്ളത് ട്രേഡ് മാക്സിൻ്റെ CEO ആണ് അരുണാണ്. അരുൺ പക്ഷേ ഒരു സീരിയൽ ഓൺട്രപ്രണറാണ്. അരുൺ, വെൽക്കം. ഹായ് അരുൺ, ഞാൻ പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ സമയത്തൊരു ചിന്താഗതി എന്തായിരുന്നു, എങ്ങനെയെങ്കിലും സർക്കാർ ജോലി, ശമ്പളം, ഒരു വീട് വെക്കുക, പിള്ളേരെ കല്യാണം കഴിപ്പിക്കുക, പെൻഷൻ കൊണ്ട് അവസാനം വരെ ജീവിക്കുക. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഒരു ബിസിനസ് അല്ല, എത്ര ബിസിനസ് തുടങ്ങാമെന്ന് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാണെങ്കിൽ ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. റീസെൻ്റ്ലി ഞാൻ ഫിനാൻസിൻ്റെ ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ ട്രേഡ് ചെയ്യരുത്. അരുൺ പക്ഷെ ഒരു ട്രേഡറാണ്. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസ് എന്തുകൊണ്ട് ആൾക്കാർ പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ ട്രേഡർ ആവരുത്, കാരണം അത് നഷ്ടമാണ്, അങ്ങനെയാണോ? ഇപ്പോൾ അത് ഒരു പലരുടെയും വ്യൂ അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ചിലർ പറയും വീട് വെക്കരുത്, റെൻ്റ് ഔട്ട് ചെയ്ത് മാത്രം നിൽക്കണം, സ്വന്തമായിട്ട് അത് ലയബിലിറ്റി ആണെന്നൊക്കെ പറയില്ല. ഇതുപോലൊരു സംഭവം തന്നെയാണിത്. ഞാൻ പേഴ്സണലി ഒരു ഇൻട്രാഡേ ട്രേഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്വിങ്ങും പൊസിഷനും മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇതല്ല, എൻ്റെ കയ്യിൽ ഒരു 100 CR ആയി കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല, പിന്നീട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഒരാൾ വരുമ്പോഴത്തേക്ക് ആളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുള്ളൂ, 2 ലക്ഷം രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ ആൾക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കണമെന്നുണ്ട്, കൂടുതൽ ഇൻഡെപ്ത് പോകണമെന്നും കുറേ നാൾ പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ ട്രേഡർ ആകുന്നതല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല കോപ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് മതി. ഒരു 100 CR ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ട്രേഡ് ചെയ്യത്തില്ല, പിന്നീട് ഞാൻ അതിലേക്ക് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രേഡ് ചെയ്യുന്ന ഒരു 90% ആൾക്കാരുടെയും പൈസ നഷ്ടപ്പെടുക എന്നാണല്ലോ പറയുന്നത്. അതെ, ശരിക്കും 95 വേണേ നമുക്ക് പറയാൻ പറ്റും. വേറെ ഒന്നുമല്ല, എല്ലാവരും വിചാരിക്കുന്ന ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഗോയ, വരിക, നമുക്ക് ചുമ്മാ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ്. ആരും ഒരു ബേസിക് ആയിട്ടൊരു കാര്യം ചിന്തിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറാണ്, 4 വർഷം നമ്മൾ പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. 15,000 രൂപ സാലറി ഇല്ല 20,000 രൂപ സാലറിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ആയിരിക്കില്ല പോകുന്നതും. നമ്മൾ BPOസിലോ വല്ലതും എവിടെയെങ്കിലും നിന്ന് ഇതാണ് അവസ്ഥ. പക്ഷേ എന്നാൽ ഇവിടെ ആരും അത് ചിന്തിക്കുന്നില്ല. നേരെ വരിക, ലക്ഷങ്ങൾ വേണം, പക്ഷേ ഒരു മാസം പോലും പഠിക്കാനായിട്ടോ 2 മാസം പോലും പഠിക്കാനായിട്ടോ ഇതിനെപ്പറ്റി റിസർച്ച് പോലും ചെയ്യാതെ എല്ലാവരും ഇറങ്ങുന്നത്. ഇതുകൊണ്ടാണ് പൈസ പോകുന്നത്, വേറെ ഒന്നുമല്ല. ഇവർ മിനിമം ഒരു 3 to 4 years ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കുഴിയാവുന്നത് അറിവില്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കളിപ്പം ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ കോഴ്സുകൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും, മിടുക്കൻ ആദ്യം തന്നെ ചെന്നു ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി, അതുകൊണ്ട് അവനത് പറയാൻ പറ്റുന്നു. കാരണം എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞു, അതൊരു ഭയങ്കര ലക്ക് ഫാക്ടറുണ്ട്, ഈ ലക്ക് ഫാക്ടർ കൊണ്ട് കാശുണ്ടാക്കുന്നവർ പറയും ബാക്കി എല്ലാവർക്കും പറ്റും എന്നൊക്കെ. സോ അരുണിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, യു മെയ്ഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. ട്രേഡറാണ്, ഒരുപാട് പേരെ മെൻറ്ററായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്.
ലക്ക് ഫാക്ടർ കൊണ്ടാണോ അതോ വൈസായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഡിസിഷൻ കൊണ്ടാണോ ലൈക്ക് അരുൺ സക്സസ്ഫുൾ ആയേ? എൻ്റെ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ 18 മണിക്കൂർ തൊട്ട് 20 മണിക്കൂർ വരെ വർക്ക് ചെയ്യും. ഭയങ്കര ഇത് തന്നെയാണ് സംഭവം. അത് എന്നെ അറിയാവുന്ന ആരോട് വേണേൽ ചോദിച്ചു നോക്കൂ. ഇതാണ് ലൈക്ക് എൻ്റെ റൊട്ടീൻ. ഇതാ, ഞാനൊരു 4 hours ഇല്ലെങ്കിൽ 5 hours മാക്സിമം സ്ലീപ്പ് ചെയ്യും. വേറെ ഒന്നുമില്ല. ഫുൾ ഇൻ ടു വർക്ക് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു 2021 മുതൽ എടുത്ത് നോക്കിയാൽ എൻ്റെ റൊട്ടീനെ ഇത് തന്നെയാണ്. ആക്ച്വലി 2025 ഒരു ജനുവരി അപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞു. അപ്പോഴാണ് ഞാനൊന്ന് ഒരു 3 മാസം റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ എന്നാലും ഐ യൂസ് ടു വർക്ക് 18 to 20 hours. ഇതാണ് എൻ്റെ ലക്ക്. ഞാൻ ഇത്രയും അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇപ്പോഴും ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ബട്ട് ഡെഫിനറ്റ്ലി ബ്രേക്സ് എടുക്കും. എനിക്കിപ്പോൾ ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുകയാണ്, ഞാൻ എടുത്തിട്ട് പോവുക. മോസ്റ്റ് വീക്കെൻഡ്സ് ഞാൻ ട്രാവൽ ചെയ്യും. ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ഹൈക്കിങ് വല്ലതും ചെയ്യും, തിരിച്ചു വരും. ദെൻ അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ സ്കൈ ഡൈവിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് ഹാർഡ് വർക്ക് എന്ന് ഞാൻ തന്നെ പറയും. പലരും പറയും ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യരുത്, സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായ കാര്യം, ഫസ്റ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലാവും ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണെന്നും സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അല്ലാതെ സ്മാർട്ട് വർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. അവരിപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. സോ ഞാൻ വിശ്വസിക്കുന്നത് വർക്ക് ചെയ്യുക, വേറൊന്നും നോക്കരുത്. ലൈക്ക് റീസെൻ്റ്ലി ഐ ബിലീവ് വാറൻ ബഫറ്റ് പറഞ്ഞൊരു കോട്ടാണെന്നുള്ളത്, ഇല്ലെങ്കിൽ ശിവകേര പറഞ്ഞതെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് ലൈക്ക് നിങ്ങൾക്ക് പൈസ നോക്കാതെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് നോക്കാതെ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സമയം നോക്കാതെ നിങ്ങൾ പണിയെടുക്കണമെന്നുള്ളത്. ഞാൻ ഒരു 2020 മുതൽ 2019 മുതൽ ഗ്രാൻഡ് ഗാർഡൻ, ഡാൻ ലോഗ്, ദേ ഗെറ്റ് വി ഇങ്ങനെ പറയുന്ന ടോപ്പ് ആൻഡ് ലൈക്ക് മെൻറ്റേഴ്സിൻ്റെ കോഴ്സസ് എടുത്ത് അവരുടെ നിന്ന് പഠിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ, എനർജി, ഇതെല്ലാം ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി. ഞാൻ 2025 85+ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തു. അത്രയും കാര്യങ്ങൾ ചെയ്തു. ഇപ്പോഴും 2026 ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വരുന്നതിന് മുമ്പ് എനിക്ക് മോർണിംഗ് ക്ലാസ് ആയിരുന്നു. 8 മണി തൊട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്രേഡ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ബട്ട് എനിക്ക് ഡെഫിനറ്റ്ലി എൻ്റെ EAs ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. കമ്പനികളെ മാനേജ് ചെയ്യാനായിട്ടും 14 കമ്പനീസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് മൊത്തം. ബട്ട് എന്നാൽ ഇത് മാനേജ് ചെയ്യാൻ എനിക്ക് ടീമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന തന്നെ എൻ്റെ 2 EAs ഉണ്ട്. അവർ നോക്കും. ഓക്കെ, ഇന്ന കാര്യം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ദിവസം ചാടിക്കയറി വന്നതൊന്നുമല്ല കേട്ടോ. ശരിക്കും പണിയെടുത്ത് എൻ്റെ 12 ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതും നല്ല രീതിയിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട് 1 രൂപ പോലും വീട്ടിൽ നിന്ന് വാങ്ങിക്കാനായിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവർ പഠിപ്പിച്ചു, നല്ല രീതിയിൽ പഠിപ്പിച്ചു. ലോൺ എടുത്ത് എൻജിനീയറിങ്ങിന് വേണ്ടി ചേർത്തു. മെറിറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ബട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1 രൂപ പോലും ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പാർട്ട് ടൈം ഇറങ്ങി പാർട്ട് ടൈം ബിസിനസ് ചെയ്ത് തുടങ്ങി എന്ന് പറയാം. ഞാൻ ചെയ്യാത്തതായിട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ സെല്ല് ചെയ്യും. ഞാൻ നല്ലൊരു സെയിൽസ് പേഴ്സണാണ്. എന്ത് കിട്ടിയാലും ഞാൻ സെല്ല് ചെയ്യും. എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഓൺട്രപ്രീനർഷിപ്പ് ജേണി തുടങ്ങിയത് തന്നെ ഒരു വലിയ സ്റ്റോറിയാണ് നമുക്ക്. ഇത് ആക്ച്വലി ഇപ്പോഴും ഞാൻ ആ ഐഡിയാസും അതെല്ലാം ഞാൻ ഇപ്പോഴും ഇംപ്ലിമെൻറ്റും ചെയ്യുന്നുണ്ട്. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാന്ന് പറഞ്ഞു, പഠിപ്പിച്ചു നന്നായിട്ടെന്ന് പറഞ്ഞു, എൻജിനീയറിങ്ങിന് ചേരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പലപ്പോഴും പലരും കുറ്റം പറയുന്ന, ഞാൻ കുറേയൊക്കെ ആയനെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തില്ല, എനിക്ക് കുറേയൊക്കെ പറ്റിയനെ എൻ്റെ കൂടെ ആരും നിന്നില്ല, ഞാൻ കുറേ ഐഡിയാസ് പറഞ്ഞു ആരും കേട്ടില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അരുണിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും പറഞ്ഞു കാണും മോനൊരു ബിസിനസ്സുകാരനാട്ടോ ആവണ്ടേന്ന്. അവർ പറഞ്ഞു കാണും നീ എൻജിനീയറിംഗ് കഴിയുന്നു, എനിക്ക് നല്ല ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നു, ഇവിടെ അല്ലെങ്കിൽ വിദേശത്ത് നിനക്കൊരു ജോലി കിട്ടുന്നു. ഇത് തന്നെ ആയിരിക്കില്ലേ സാധാരണ വീടുകളിൽ പോലെ? ഇപ്പം നേരത്തെ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നല്ലോ ഗവൺമെന്റ് ജോലി. ഇപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈക്ക് റീസെൻ്റ്ലി വി ലോഞ്ച് കേരളാസ് ബിഗസ്റ്റ് ട്രേഡിംഗ് ഹബ്ബ്. അപ്പോൾ അതിന് വന്നപ്പോഴാണ് അമ്മ ആദ്യമായിട്ട് പറയുന്നത് ഇനി ഞാൻ നിന്നോട് പറയത്തില്ല ഗവൺമെന്റ് ജോലി എന്നൊരു കാര്യം. ഇതുവരെ അമ്മ പറയുമായിരുന്നു. ഇപ്പം ലൈക്ക് ഒരു 1 month ആയി കാണും മാക്സ്. അമ്മ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈക്ക് നിന്നെ ഇത്രയും പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ അമ്മയോട് പറയാം, അമ്മ ലൈക്ക് ഒരു ചേട്ടൻ ലോക്കോ പൈലറ്റാണ്. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ സാലറി ഇല്ല, ചേട്ടൻ്റെ ഇത് ഞാൻ മിനിമം ഒരു 100 പേർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് ഇപ്പം, ഇത് പോരെ. അമ്മ പറഞ്ഞില്ല എന്നാലും ഞാൻ നിന്നെ പഠിപ്പിച്ചത് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയാണ് എന്നത്. MS ധോണിയുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെയാണെങ്കിലും നീ ആ ഗവൺമെൻറ് ജോലി അപ്പോൾ ഏകദേശം അതുപോലെയാണ് താങ്കൾ പോയത്. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒന്നിൽ പഠിക്കണം, ഇതിന് പോവുക എന്നുള്ളതും. ഈവൻ എൻ്റെയും പ്ലാൻ അത് തന്നെ ആയിരുന്നു കേട്ടോ. ലെറ്റ്സ് എഞ്ചിനീയറിംഗ് കഴിയുക. അപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, 2016-20 ആണ് ഞാൻ പഠിച്ചത്. സോ 20 പാസ് ഔട്ട് ആകുമ്പം നമുക്ക് നേരെ UK പോവുക, MBA ചെയ്യുക, അവിടെ സെറ്റിൽ ഡൗൺ ആകുക, ഇല്ലെങ്കിൽ 5 വർഷം അവിടെ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരിക. ഇതായിരുന്നു എൻ്റെയും വ്യൂ ഉൾപ്പെടെ. പക്ഷേ
കഥകൾ മാറി. കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറി. മാറിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ ലൈക്ക് എൻ്റെ വിസ എല്ലാം പ്രോസസ്സായി, സൈബർ സെക്യൂരിറ്റിക്കുള്ള അഡ്മിഷൻ എല്ലാം റെഡിയായി UK-ൽ. അപ്പോൾ ഞാനൊരു കാര്യം ഞാനിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഞാൻ അവിടെ പോയിട്ട് 5 വർഷം പഠിക്കാനല്ല നമ്മൾ പോകുന്നത്, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ഒന്ന് പുതിയ എക്സ്പ്ലോർ ചെയ്യുക, ദിസ് ഈസ് ഇറ്റ്. ഞാൻ പോയിട്ട് ശരിക്കും പണിയെടുത്തിട്ട് തിരിച്ച് വന്നാൽ പോലും എനിക്ക് മാക്സിമം ഒരു 50 ലക്ഷം രൂപ എൻ്റെ കൈക്കാണ്. സത്യം. അത് ഉണ്ടെങ്കിൽ ഭാഗ്യം. അതിനിടയിൽ നിങ്ങൾ ഇന്ത്യയിൽ വരും, നിങ്ങൾക്ക് അവിടെ ചെലവുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യങ്ങൾ വരും, പിന്നെ എത്രത്തോളം ശമ്പളം കൂടുന്നു അത്രത്തോളം ഇവിടെ ഉള്ള കാര്യം. പിന്നെ അവിടെ പൈസ, ഫുഡിന്, താമസത്തിന് 50 ലക്ഷം ഒക്കെ ടു ഹൈ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു, അത്ര മൈൻഡ് സെറ്റിലാണ് പോയേക്കുന്നത്, ചെയ്തേനെ ആ ഒരു സംഭവത്തിലാണ് പോകുന്നത്, പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഞാനിന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പം എനിക്ക് അതിൽ കൂടുതൽ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് വന്നു. സോ ഞാൻ അവിടെ ലോഞ്ച് ചെയ്തു. ഇപ്പോൾ എൻ്റെ പല കമ്പനികളും മിനിമം 50 lakh റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് മന്ത്ലി. ഞാൻ ഭയങ്കര സക്സസ്, എനിക്ക് ഭയങ്കര ഹാപ്പി അതിൽ, ആ ഒരു ഡിസിഷൻ ഞാൻ അന്ന് എടുത്തതിൽ. ഇല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ പോയിരുന്ന ഞാൻ മാക്സിമം ഈ പറഞ്ഞ മാക്സിമം 50 ലക്ഷം കൂടി ഞാൻ തിരിച്ചു വന്നേനെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മൈൻഡ് സെറ്റ് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിരിക്കും. ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഓണ്ടർപ്രീനർഷിപ്പ് മൈൻഡ് സെറ്റ് ഒട്ടും കാണത്തില്ല. അതെ ഇവിടുന്ന് ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ എന്തായാലും പോകാൻ പോകുന്നത്. ഈ 50 ലക്ഷം ഇവിടെ അടച്ചു തീർക്കാനുണ്ട്. അതെ ലോൺ എടുത്ത് തീർക്കണം. അതുകൊണ്ട് പക്ഷേ ഇതിൽ ഞാനിപ്പം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒറ്റയാൻ്റെ പോലത്തെ യാത്രയാണ്. അതായത് എനിക്ക് ഉറപ്പാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ സർക്കാർ ജോലി ഈയിടെയാണ് മാറ്റിയതെങ്കിൽ ഇതിലൊരു കാര്യത്തിനും പറഞ്ഞു കാണില്ല, മുന്നാം എടുക്കനാ, ഞാൻ ഒരു ബിസിനസ്സും കൂടെ തുടങ്ങുന്ന പറഞ്ഞു കാണില്ല എന്ന് എനിക്കറിയാം. അത് വീട്ടിലുള്ളവർ പറഞ്ഞു കാണില്ല എന്ന് മാത്രമല്ല, തുടക്കത്തിൽ ആരും പറഞ്ഞു കാണില്ല. ഇപ്പം ആ സമയത്ത് നമ്മൾ ഡിസിഷൻസ് ആ ഒരു ഒറ്റ ഇതില്ല, ട്രെയിൻ പോണ പോലെ ട്രാക്കിൽ എന്ത് നിന്നാലും നോക്കില്ല, നമ്മൾ പോണ പോലെ പോകേണ്ടി വരും. പക്ഷെ അതിനൊരു വല്ലാത്ത കോൺഫിഡൻസും ഒരു ധൈര്യം വേണം, അതിനൊരു ലക്ഷ്യം വേണം. സോ ആ ഒരു സ്പാർക്ക് എന്തായിരുന്നു? കുറേ റീസൺസ് ഉണ്ട്. കാരണം പണ്ട് വീട്ടിൽ പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പൈസ ഇല്ലാതെ ഉള്ള അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. വീട്ടിൽ പൈസ ഇല്ല, റിലേറ്റീവ്സിന് വിലയില്ല, ബാക്കി ഫ്രണ്ട്സിനോ നമുക്ക് ചുറ്റുപാടുള്ളവർക്ക് പോലും നമുക്കൊരു വിലയില്ലാത്തൊരു സിറ്റുവേഷനാണ് പൈസ ഇല്ലാത്തപ്പോൾ. ഒട്ടും പൈസ ഇല്ലായിരുന്നു വീട്ടിൽ. പക്ഷേ പിന്നീട് ആദ്യമേ ഒരു ജോബ് ഉണ്ടായിരുന്നു. പപ്പയ്ക്ക് ആ ജോബ് പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ പ്രശ്നമായി, ഒട്ടും പൈസ ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഓരോ സ്ഥലത്തും ഞാൻ പലപ്പോഴും ഒരു കാര്യം പോലും വീട്ടിൽ ചോദിച്ചില്ല. കൊച്ചിലെ തൊട്ടേ ഞാൻ ചോദിക്കത്തില്ല എനിക്ക് ഇന്നത് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ, കൊച്ചിലെ തൊട്ട്. പക്ഷെ എന്നാൽ ചോദിക്കത്തില്ല, കാരണം പൈസ ഇല്ലാന്ന് എനിക്കറിയാം. വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാന്നേ ഉള്ളൂ. ഇല്ല അവർക്ക് വിഷമമാവും. ചിലപ്പോൾ കാണുന്ന ഡ്രസ്സുകളാകാം, ഇല്ല എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും ആണെങ്കിലും ഞാൻ കൊച്ചിലോട്ട് ചോദിക്കത്തില്ല. അപ്പം വീട്ടുകാർ അന്നോട്ടേ പറയാം ഇവനൊന്നും ചോദിക്കത്തില്ല, ഇവനൊന്നും ഇതില്ല, താല്പര്യമില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കുണ്ട്. പക്ഷെ ഞാനിത് എവിടെയോ അറിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പൈസ ഇല്ല എന്നുള്ളൊരു സാധനം ഡീപ്പ് ഡൗൺ എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഉണ്ടാക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കണം. പൈസ ഒരു ഭയങ്കരമായിട്ടൊരു ഗ്രീഡായിരുന്നു, ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. ബട്ട് എവിടെ കണ്ടാലും ഞാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാനത് തപ്പി നടക്കും. ഇപ്പോൾ ഫസ്റ്റ് ബിസിനസ് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഫസ്റ്റ് കോളേജ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് സെമ്മി കയറി, 6 സബ്ജക്റ്റേ ഉള്ളൂ, 4 എണ്ണം സപ്ലി അടിച്ച് 2 എണ്ണമേ പാസ്സായുള്ളൂ. അപ്പം അത് പുറത്ത് PG നിൽക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ചെന്നപ്പം എൻ്റെ ബ്രദർ 4th ഇയർ മെക്കിലാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് എന്താ നമുക്ക് ഫ്രീഡമാ, റാഗി എത്തില്ല നമ്മളെ ആരെയും, ഫുള്ള് ഫ്രീഡം. ഇതാണല്ലോ മെക്കില് ഇതാണ്. അപ്പോൾ സീനിയറിൻ്റെ അടുത്ത് സീനിയേഴ്സ് മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മാത്രം, അവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് തന്നെ. അപ്പം എനിക്ക് ടോട്ടലി ഫ്രീഡം ആണല്ലോ. അപ്പം ഞാൻ ഫുൾ അലമ്പിയാകും. ഇതാണ് അങ്ങനെ ഞാൻ ഓർത്തു താൻ മിരട്ടി കയറിയിട്ട് സപ്ലൈ 4 മേടിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പെട്ട് കാണുമെന്നുള്ളത്. അപ്പോഴത്തേക്ക് ലാസ്റ്റ് വീട്ടുകാർക്കും കോളേജുകാർക്കും മതിയായി എൻ്റെ ആ ഒരു അവിടുത്തെ നൃത്തം. അപ്പോൾ നേരെ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് മാറ്റി. ഇച്ചിരി ദൂരമുണ്ട്, ബട്ട് എന്നാലും അവിടെ മാറ്റി. അപ്പോൾ കോളേജ് ബസ് വന്ന് പോകാം എന്നൊരു സിനാരിയിൽ വീട്ടുകാർ കോളേജ് ബസ്സിൻ്റെ ഒരു പൈസ തന്നു, 10,000 രൂപീസോളം തന്നു. പക്ഷേ എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ തൊട്ടാണ് എൻ്റെ ഡോഗ്സിനോടുള്ളൊരു പണ്ടോട്ടേ ഇഷ്ടം എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പൈസയ്ക്ക് ഞാൻ ഡോഗിനെ പോയി വാങ്ങിച്ചു. ഫസ്റ്റ് ഒരു റോട്ടിനെ ഞാൻ എടുത്തു. അപ്പോൾ 9,500 ആയിരുന്നു അന്ന് 2016 ഇതിൻ്റെ വില. അപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് 500 രൂപ ഈ നടുക്ക് നിന്നാക്കി പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാലോ പരിപാടി. ഞാനത് അവിടെ കണ്ടത്. ഞാൻ ഡോഗിനെ എടുത്തു, ഞാൻ അതാ കണ്ടത്. അപ്പോൾ ഇവർ ചെയ്ത പ്രോസസ്സ് മുഴുവൻ ഞാൻ നോക്കി. അന്നൊക്കെ OLX ഒക്കെ ഒന്ന് കത്തി വരുന്ന സമയമാണ് ഇതാ ചെയ്യുന്നത്. ഞാൻ അവിടെ നേരെ തുടങ്ങി, ഞാനും സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവിടുന്ന് നേരെ കണക്ട് ചെയ്ത് കുറേ ബിസിനസ് ചെയ്ത് ലാസ്റ്റ് വണ്ടി കച്ചവടവും സ്ഥലക്കച്ചവടവും വരെയായി. കാരണം എൻ്റെ ഫ്രണ്ടിന് ആൾക്ക് വണ്ടി വേണമായിരുന്നു. ഞാൻ ബൈക്ക് എടുത്ത് കൊടുത്തപ്പം ആൾക്ക് 2,000 രൂപ കമ്മീഷൻ കിട്ടി. ഞാൻ പരിപാടി ഉള്ളല്ലോ, ഞാൻ ചെയ്തു. ഞാൻ അന്ന് തുടങ്ങി. പിന്നെ ഇൻറ്റു വെഹിക്കിൾസ് ഞാൻ അവിടെ ജമ്പ് ചെയ്ത് തുടങ്ങി. വേറൊന്നുമില്ല, OLX കയറുക,
ഓണേഴ്സ് പ്ലേസ് ചെയ്തിട്ട് കാണുമല്ലോ ആട്, ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും, സാർ മൈ നെയിം ഈസ് അരുൺ, ഞാൻ ഇന്ന കോളേജ് പഠിക്കുകയാണ്, ഞാൻ ഈ വണ്ടി വിറ്റുതരാം, എനിക്കൊരു 1000 രൂപ തരുമോ, എനിക്കൊരു 2000 രൂപ തരുമോ, ഞാൻ മെസ്സേജ് അയക്കും. എന്നിട്ട് അവരുടെ ആട് റിമൂവ് ചെയ്യാൻ പറയും. എന്നിട്ട് ഞാൻ ഇവിടെ ഇട്ടു. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പല ഫ്രണ്ട്സും കേരളത്തിൽ പല സ്ഥലത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്തുനിന്ന് ഒരാളെ കൊണ്ട് ഞാൻ ഇത് ഇടിപ്പിക്കും, കൊച്ചിയിൽ നിന്ന് ഒരാളെ കൊണ്ട് ഇടിപ്പിക്കും, കോഴിക്കോട് ഞാൻ ഒരാളെ കൊണ്ട്. അപ്പോൾ എന്താ എല്ലായിടത്തും ആട് സ്പ്രെഡായി. എന്നിട്ട് പെട്ടെന്ന് സെല്ലായി. പിന്നെ കാറുകൾ വരാൻ തുടങ്ങി. ഈ 2000-3000 എന്ന് പറയുന്ന കമ്മീഷൻ നേരെ കാറ് സെല്ല് ചെയ്യുമ്പോൾ 10,000, 20,000, 30,000, 50,000 വരെ ആകാൻ തുടങ്ങി. പിന്നെ സ്ഥലക്കച്ചവടമായി. ദെൻ അത് കഴിഞ്ഞപ്പോഴാണ് ഈ റൂൾ വന്നത്, ബ്രോക്കർ ലൈസൻസ് ഉള്ളവർ മാത്രമേ ചെയ്യാവുള്ളൂ. ദെൻ ആ സ്ഥലക്കച്ചവടത്തിന് ഞാൻ തിരിച്ച് നേരെ ബാക്ക് ടു വെഹിക്കിളായി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പോയി. ലാസ്റ്റ് ഈവൻ ട്രിവാൻഡ്രത്ത് എനിക്കൊരു ഫാം വരെ ഉണ്ടായിരുന്നു. നമ്മള് മറ്റേ പോക്കിരി രാജ പോലെയാണ്, പല കളികളിലൂടെ എത്തിയിട്ടാണ് അവിടെ നിന്ന്. പക്ഷെ ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് രീതിയിലോട്ട് എത്തിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ലൈസൻസ് ആയിട്ടില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സപ്ലൈ എഴുതിയെടുക്കാനുണ്ട്, കോളേജ് പഠനം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, ഇതിൻ്റെ കൂട്ടിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഒരു പ്രോപ്പറായിട്ട് സ്ട്രെങ്ത്, ഇത് ആദ്യം തന്നെ 500 രൂപ ചിന്തിച്ചവന് ഫിനാൻസ് ആണ് അവൻ്റെ സ്ട്രെങ്ത്. കാരണം അവന് മനസ്സിലായി പൈസ എങ്ങും, അതാണ് അരുൺ കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഇതിലോട്ട് വരുന്ന ഒരു ടൈം എപ്പോഴാണ്? ഞാൻ ഒരു വണ്ടി കച്ചവടം ചെയ്തു. ചെയ്തപ്പോൾ പ്രീമിയം കാറാണ്. അപ്പം ആൾ ചോദിച്ചു ക്രിപ്റ്റോയിൽ ഫണ്ട് എടുക്കുമെന്ന് ചോദിച്ചു. ഞാനപ്പം ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു എടുക്കും. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ ഫൈൻ എടുക്കും, നമുക്ക് ഡീൽ ചെയ്യാമെന്ന് പുള്ളി പെട്ടെന്ന് പറയുകയും ചെയ്തു. നമ്മൾ ഓക്കെ ഫൈൻ, വിത്തിൻ 2 days ഞാൻ റെഡി ആകാമെന്ന് പറഞ്ഞു. ഞാനും അന്നെൻ്റെ ഫ്രണ്ട് ഉണ്ട് അഖിലെന്ന് പറയും, അവനിപ്പോൾ അയർലൻഡിലാണ്. അപ്പോൾ ഞാനും അവനും കൂടി ഇന്ന് തപ്പാൻ തുടങ്ങി, ഇതെന്താ സംഭവം, ക്രിപ്റ്റോ എന്താണ്. 2017 കേട്ടോ. ക്രിപ്റ്റോ എന്താ തപ്പാൻ തുടങ്ങി. ഞങ്ങൾ തപ്പി സംഭവം കണ്ടുപിടിച്ചു, വാളറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തു. അന്ന് ആകെ BTC ആൻഡ് എത്തീരിയം 2 ക്രിപ്റ്റോസ് സംതിങ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ അത് വാളറ്റ് തുടങ്ങി, പേയ്മെൻറ്റ് എടുത്തു, ഡീല് ക്ലോസ് ചെയ്തു. ഫണ്ട് അപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്. അടുത്തൊരു ഡീല് പറഞ്ഞു, അപ്പോഴേ നമ്മൾ ആ ഫണ്ട് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളല്ലോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു വലിയ പ്രീമിയം കാറിൻ്റെ സെയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന ഫണ്ട് അതിൻ്റെക്കാട്ടിൽ ഇരട്ടിയെ ഓൾമോസ്റ്റ് ആയി. ഞങ്ങൾ അന്ന് ലൈറ്റ്സ് ഒരു 5 lakh എക്സ്ട്രാ കിടന്നത്, അത് അറൗണ്ട് 8 lakh പ്ലസ് ആയി കിടക്കുക. ഞങ്ങൾ വെച്ചാൽ ഇതെന്താ സംഭവിച്ചത്, ഇത് സ്കാം ആണോ, ഇനി ഞങ്ങൾ പൈസ പോയോ, സാധാരണ സീറോ ആകേണ്ട സ്ഥലത്ത് ഇതായി. അപ്പോൾ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളപ്പോൾ തപ്പിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇറ്റ്സ് ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് അതുവരെ ഞാൻ വിചാരിച്ചത് സ്റ്റോക്ക് മാർക്കറ്റ് ഉടായ്പാണ്, ഗ്യാംബ്ലിംഗ് ആണ് എന്ന് വിചാരിച്ചിരുന്നത് ഞാൻ. അന്ന് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി, ഇതിലെന്തോ സംഭവം ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇറങ്ങി തുടങ്ങി, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനായിട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്തു ലേറ്റർ. പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഭ്രാന്ത് തലയിൽ കയറി ഭയങ്കരമായിട്ട്. എൻ്റെ ഒരു 10 രൂപ കിട്ടിയ കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. എങ്ങനെ അത് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇവൻ ഈ ചില്ലറ എല്ലാം കൂടെ ഒരു ദിവസമൊക്കെ ഞാൻ ചില്ലറ എല്ലാം കൂടെ വീട്ടിലൊക്കെ പെരുക്കിയിട്ട് നേരെ കടയിൽ കൊണ്ടുപോയിട്ട് 500 രൂപ കിട്ടും. അതുകൊണ്ട് ഞാൻ CDM കൊണ്ടിട്ടിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഭ്രാന്തായെന്നേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്തേക്കും. എനിക്ക് ഡെയിലി ആവശ്യത്തിന് പൈസ ഇല്ല, അതില്ല. അപ്പം എന്ത് ചെയ്ത് അങ്ങനെ ട്രേഡിങ്ങിലോട്ട് വന്ന്. ഇങ്ങനെ അറിയാതെ തെറ്റി വീണ വഴികളാണ്. ജീവിക്കണം. അതെ, അതെ. അങ്ങനെ ട്രേഡിങ്ങിലോട്ട് വരണം. അങ്ങനെയാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നത്. യൂഷ്വലി ട്രേഡിങ്ങിലോട്ട് വരുന്ന ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടാറുണ്ടല്ലോ. ഈ 95% അത് പോകുന്നുണ്ടല്ലോ. അപ്പൊ അരുൺ എങ്ങനെ കളയാതിരുന്നു? ഞാൻ പഠിച്ചു. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു കാര്യമാണല്ലോ, ഞാൻ ബിസിനസ് ചെയ്യണം, തീർച്ചയായിട്ടും ഞാനത് ശരിക്കും പഠിക്കുമായിരുന്നു. എനിക്ക് ബിസിനസ് കോച്ചേഴ്സ് ഇഷ്ടം പോലെ പേരുണ്ട്. ലൈക്ക് വേൾഡിൽ തന്നെ ടോപ്പ് ബിസിനസ് കോച്ചുകളാണ് ഈ പറഞ്ഞ ടോണി റോബിൻസൺ, ഗ്രാൻഡ് ഗാർഡൻ, ഡാൻ ലോക്ക്, ഇവരെല്ലാവരുടെയും മെൻറ്റർഷിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലേ എനിക്ക് ബിസിനസ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറൗണ്ട് ലൈക്ക് ഒരു 30 lakhന് അബോവ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പഠിക്കാൻ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാനിത് ചെയ്തത് അല്ലാതെ ഡയറക്റ്റ് വന്ന് ഞാൻ ചെയ്താൽ ഇപ്പോഴും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ കാണുകയാണ് ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, നല്ലൊരു വെബിനാർ ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. എനിക്കതിനകത്തൊരു ഇതുമില്ല. ഞാൻ പോയി അവിടെ എന്തോ ഒരു സംതിങ് ഉണ്ട്, എനിക്കറിയാത്ത എന്തോ ഉണ്ട്. എല്ലാവരും ബെറ്ററാണ്. ഒരു 0.01% എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമെന്നേ. ഈ ഒരു മൈൻഡ് സെറ്റൊക്കെ എനിക്ക് ഡെവലപ്പായി വന്നപ്പോൾ പിന്നെ ഓക്കെ. അപ്പോൾ ഇനി ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം SIP ഒക്കെ ഇല്ലെങ്കിൽ മോശം എന്ന് പറയുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ SIP എന്ന് പറയുന്നത് സത്യത്തിൽ അത്ര വലിയൊരു ഗോൾഡ് മൈൻ ആണോ? SIP എന്ന് പറയുന്നത് ഗോൾഡ് മൈൻ ആകും എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ മിനിമം ഒരു 20,000 എങ്കിലും പ്ലസ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ 10,000 എങ്കിലും മന്ത്ലി ഇടുന്നുണ്ടെങ്കിൽ അതൊരു ഗോൾഡ് മൈൻ ആണെന്ന് നമുക്ക് പറയാം. അല്ലാത്ത പക്ഷം എല്ലാവരും പറയും നിങ്ങൾക്ക് 100 രൂപയുടെ SIP ഇടാം, നിങ്ങൾക്ക് 500 രൂപയുടെ SIP ഇടാം എന്നൊക്കെ പറയും. അതൊരു ഡിസിപ്ലിനാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിൽ നമ്മളൊക്കെ 100 രൂപ വെച്ച് ഇടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ടല്ലോ, പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2-3 തവണ ഇച്ചിരി നല്ല ക്ലോസ് ആയി കഴിഞ്ഞാൽ അവരുടെ നിന്ന് ഫോണിങ് വാങ്ങിക്കും. ഞാൻ പറയും എനിക്ക് ഫോൺ പേ ഓപ്പൺ ആക്കി തരാൻ പറയും. എന്നിട്ട് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്സ് ഞാൻ എടുക്കും. ഫോൺ പേ തന്നെ ഞാൻ ഇവർക്ക് ഗോൾഡിലോ സിൽവറിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിലോ ഞാൻ ഇടുന്നതിൽ SIP ആക്കി അങ്ങിടും. ഡെയിലി ഒരു 100 രൂപ അങ്ങിടും.
ഞാൻ പറയും ഡെയിലി ഒരു 100 രൂപ ഇട്ടിട്ടുണ്ട്, ഇത് ഇട്ടേക്കണമെന്ന് പറയും. ഇവർ തന്നെ പലരും 90% ഇല്ല ഇതിനകത്തൊരു 99% ആൾക്കാർ എൻ്റെ അടുത്ത് പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എടാ നീ അന്ന് ഇട്ട പൈസ മാത്രമേ എൻ്റെ സേവിങ് ആയിട്ടുള്ളൂ, ഞാൻ അറിയാതെ തന്നെ എൻ്റെ 100 രൂപ പോകുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞേ ഇല്ല, പക്ഷേ എൻ്റെ വേറൊരു രൂപയൊന്നും ഇല്ല. സീരിയസ്ലി ഈവൻ എൻ്റെ ആയിട്ട് ഇപ്പം ആയിട്ട് ആൾ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്, ബട്ട് കോണ്ടന്റ് ടീം ഹെഡായിട്ട് ജോയിൻ ചെയ്ത ആൾ അലൻ എന്ന് പറയും. അലൻ ഓൾമോസ്റ്റ് ഇപ്പം അവിടെയുള്ള മജോറിറ്റി ആൾക്കാരെക്കാട്ടിലും കൂടുതൽ കോർപ്പസ് ഫണ്ട് അവൻ്റെ കയ്യിലുണ്ട്, SIP ആയിട്ട് ഇട്ടിട്ട് തന്നെ. നമ്മൾ അറിയാതെ തന്നെ ഇത് പോകുന്നതാണ്. സോ ഡിസിപ്ലിനാണ് ഇത് ആക്ച്വലി ബേസിക്കലി. എനിക്ക് ഡെയിലി അറൗണ്ട് ഒരു 30,000 to 40,000 SIP ഉണ്ട് എനിക്ക്. ഇത് ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാനും ഒരു 100 രൂപ SIP എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പയ്യെ വന്ന് ഇപ്പം പുതിയൊരു മെത്തേഡ് ഞാൻ നമ്മളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഞാനിപ്പോൾ പുതിയൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തു ഈ 2026. ഞാനിപ്പം നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെല്ലാം സ്പെൻഡ് ചെയ്യുന്ന ചിലവാക്കുന്നത്, അല്ലാതെ ആവശ്യത്തിനൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. സോ എത്ര രൂപ ഞാൻ സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ അത്രയും രൂപയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. സോ അത് അപ്പോൾ എന്താ വേറൊരു ചിന്ത വരും നമ്മുടെ മനസ്സിൽ, ഒരു 500 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഭയങ്കര റിസൾട്ട് തരും. ഒരു ലയബിലിറ്റി നമ്മൾ ഏറ്റവും എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ 2 തവണ നമ്മൾ അതിനെ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പോൾ ലെറ്റ്സ് സേ മഹീന്ദ്ര ആണെങ്കിൽ മഹീന്ദ്ര സ്റ്റോക്ക് ചെയ്യാൻ വാങ്ങിച്ചു വെക്കും. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് എനിക്ക് മെയിൻ്റെനൻസ്. എനിക്കറിയാം മഹീന്ദ്രയൊക്കെ ലൈക്ക് ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എൻ്റെ വ്യൂ മഹീന്ദ്രയൊക്കെ ലൈക്ക് പറക്കും. 2021 ഞാൻ മഹീന്ദ്ര എടുത്തു. ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, ആ എമൗണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ EMI അതിൽ നിന്ന് ഇപ്പോൾ അടയ്ക്കുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സോ 2025 ജനുവരിയിൽ ഞാൻ 1 kg സിൽവർ ഞാൻ വാങ്ങിച്ചത് 1,00,000 രൂപയ്ക്ക്, 1,05,000 റുപ്പീസാണ്. ഇന്ന് 1 kg വില അറൗണ്ട് 3,90,000 റുപ്പീസാണ്. സമയം ഒരുപാട് വേസ്റ്റ് ചെയ്തല്ലോ ദൈവമേ. വേറൊരു കാര്യമായിട്ട് ജനുവരി 31, 2025, അതായത് വെറും ഒരു 28 ദിവസം മുമ്പ് ഞാൻ 1 കിലോ സിൽവർ വാങ്ങിച്ചു 2,45,000 രൂപ. ഇന്ന് 3,90,000 രൂപ അതിൻ്റെ വില. നമ്മൾ അറിയാതെ മിസ് ചെയ്ത കുറേ 1-2 പവൻ സ്വർണ്ണം മേടിച്ചായിരുന്നു. സ്വർണ്ണം നല്ലതാണ് തീർച്ചയായിട്ടും. പവന് തീർന്നുപോയി, കിട്ടിയുള്ളൂ. അതാണ് പ്രശ്നം നമുക്ക്. ബട്ട് സിൽവർ ഏപ്രിൽ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും, പണയം വെക്കാൻ പറ്റും സിൽവർ ഓർണമെന്റ്സ്. ലാസ്റ്റ് ഇയർ ഇത് RBI അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആരും ഇത് അറിയുന്നില്ല. വെറുതെ പല സിൽവർ പലർക്കായിട്ട് സമ്മാനമായിട്ടൊക്കെ തിരിച്ച് തരുവയില്ല, പോയി. പക്ഷെ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും. 1 kg എന്നാ വില? കഴിഞ്ഞ വർഷം 1,00,000 രൂപ നിന്ന സാധനം ഇപ്പം നോക്കിക്ക് എത്രയാണ് നിൽക്കുന്നത്? 3.9 നിൽക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുക. ഇപ്പം എല്ലാവരും പറയും ബിസിനസ്സുകാരന് ലിമിറ്റ്സ് ഇല്ലല്ലോ, അവൻ എന്തോരം പൈസ വേണമെങ്കിൽ വരാതെ ഇരിക്കാം, അത് ബിസിനസ്സിൽ ഇറങ്ങുന്ന ഒരാൾക്കേ അറിയുള്ളൂ. എല്ലാം നന്നായി ആദ്യത്തെ സമയങ്ങളിൽ പോകണമെന്നില്ല. നില ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്നാൽ പോലും അടി പതറുന്ന ആനകൾ ഒരുപാട് ബിസിനസ്സിലുണ്ടല്ലോ. അപ്പോൾ ബിസിനസ്സുകാർ അവർക്ക് ലിമിറ്റ് ഇല്ലാതെ എന്നുള്ളൊരു വശമുണ്ട്. പക്ഷേ ജോലിക്കാരെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞ് ഇവർക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അവർക്ക് പൈസ വളർത്താൻ പറ്റുമോ? ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരിക്കലും ഒരാൾ ട്രേഡർ ആകണോ ഇൻവെസ്റ്റർ ആകണോ എന്ന് ഒരു നിർബന്ധവും ഇല്ല. അയാൾ കോടീശ്വരനാകാനും മില്യനർ ആകാനൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഫീൽഡ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആകണം. 2021 ഞാൻ അക്കാഡമി തുടങ്ങി. എൻ്റെ വ്യൂ കേരളത്തിൽ ഫസ്റ്റ് ആകണം. ഞാനായി 2023-24 ആയപ്പോഴായി. എൻ്റെ മൈൻഡിൽ വേറെ ഒന്നുമില്ല, ഇത് മാത്രം മതി, ഇതേന്ന് പറഞ്ഞില്ല. 18 to 20 hours ഞാൻ വർക്ക് ചെയ്യും. സീരിയസ്ലി ഞാൻ പഠിക്കാൻ ഇതുവരെ ഒന്നും ഇരുന്നിട്ടില്ല. എൻ്റെ പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലായത് തന്നെ 2017 സമയത്ത് ഞാൻ ട്രേഡിങ്ങിനെ പറ്റി ഇല്ലെങ്കിൽ ക്രിപ്റ്റോയെ പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതിനുമുമ്പ് ഞാൻ പഠിക്കത്തൊന്നുമില്ല. 10th വരെ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എങ്ങനെ ലാസ്റ്റ് ആകരുത്, സെക്കൻഡ് ലാസ്റ്റ് ആകണമെന്നായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ബട്ട് എൻ്റെ ബ്രദർ ലൈക്ക് ഫസ്റ്റ് അതിന് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. 10th ഫസ്റ്റ്, 12th ഫസ്റ്റ്, എഞ്ചിനീയറിംഗ് വന്നപ്പോൾ 9 ഒരു സപ്ലി പോലും ഇല്ല. ചേട്ടൻ ഭയങ്കര വല്ലാത്തൊരു ജീവിതം. ഇങ്ങനെ ഓരോരുത്തർ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയുള്ളവർ എക്സ്പെക്ട് ചെയ്യും നമ്മളെ പറ്റി. അതാണ് പ്രശ്നം. ആ താങ്കളാണോ പിന്നീട് ഇമ്മാതിരി ഇരുന്ന് പഠിച്ചത്? അത് ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം ഇതാണ്. എല്ലാവർക്കും പഠിക്കാൻ സ്കില്ലുണ്ടെന്ന്, അത് നമുക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കണം. അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്ന കേട്ടിട്ട് ഞാൻ അന്ന് അത് പഠിക്കാം എന്ന് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കാണത്തില്ല. നമ്മൾ അതിൽ എക്സലും ചെയ്യത്തില്ല, നമ്മൾ പഠിക്കാനും പോകുന്നില്ല, നമ്മൾ എഫോർട്ടും എടുത്തില്ല, മടുക്കും. മറ്റൊരാളുടെ മോട്ടിവേഷൻ കാരണം നമ്മൾ എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യും? സെൽഫ് മോട്ടിവേറ്റഡ് ആണ് ഞാൻ. ലൈക്ക് ഫുള്ളി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് മനസ്സിലായി, ഞാനും പല മോട്ടിവേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, ഇതെല്ലാം കേട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. നാളെ ആകുമ്പോൾ ഇച്ചിരി കുറയും, 2 ദിവസം ആകുമ്പോൾ പിന്നെയും കുറയും, 3 ദിവസം പിന്നെയും കുറയും, 4ാമത്തെ ദിവസം ശങ്കരൻ പിന്നെ തെങ്ങേ തന്നെ. ഇത് തന്നെയാണ് അവസ്ഥ. ഇതെല്ലാവരുടെയും കാര്യത്തിൽ ഇതാണ്.
പിന്നീട് ഞാൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഞാൻ ഇഷ്ടംപോലെ ബുക്സ് വായിക്കും, ഞാൻ ഡെയിലി ബുക്സ് വായിക്കും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽ, അതിനകത്ത് പറയുന്നുണ്ട് ഡിസയറിനെ, ചാപ്റ്റർ 3 ഡിസയറിനെ പറ്റി പറയുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു, എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ചില ബുക്സുകളിൽ ഒന്നാണത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. റിച്ച് ഡാഡ് പുവർ ഡാഡ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് ഫൈനാൻസ് എന്നല്ല അവിടെ ആക്ച്വലി എന്നെ ഹിറ്റ് ചെയ്തത്. ആക്ച്വലി അതിനകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാൽ അത് മറിച്ചിട്ട് എങ്ങനെ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. ഓൾവേസ് തിങ്ക് ഹൗ ക്യാൻ യു ഡു ഇറ്റ്. ഇത് മാത്രമേ ചിന്തിക്കാവുള്ളൂ. എൻ്റെ ലൈഫേ ചേഞ്ച് ചെയ്ത് അവിടെ വെച്ചാൽ. ഞാൻ പലപ്പോഴും നമ്മളുടെ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് ഞാൻ പറഞ്ഞു, പൈസ ഇല്ല, അപ്പോൾ എന്താ പറ്റത്തില്ല, പൈസ ഇല്ല, ഇത് മാത്രമാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ ചിന്താഗതി അവിടെ വെച്ച് മാറിപ്പോയി. റോബർട്ട് കിയോസാക്കിയാണ് ഒരു ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തതെന്ന് ഞാൻ പറയും. ആ ഫൈനാൻസിനെ പറ്റിയല്ല പുള്ളി എന്നെ ആ ബുക്കിൽ പഠിപ്പിച്ചത്, ജീവിതത്തെ പറ്റിയാണ് പഠിപ്പിച്ചത്. ലൈക്ക് ജീവിതത്തിൽ ഇപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ, അത് ബിസിനസ് ആയിക്കോട്ടെ, എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് എനിക്കതെങ്ങനെ സോൾവ് ചെയ്യുക എന്നതാണ്. അല്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മാറ്റി വെക്കാറില്ല. ചില കാര്യങ്ങൾ വെക്കും, ആവശ്യമില്ല, ഡൺ. ആവശ്യമുണ്ടോ ഞാനത് ചെയ്തിരിക്കും. അതിപ്പോൾ എത്ര നാളെടുത്താലും എത്ര സമയം എടുത്താലും ഞാനത് ചെയ്യും. അല്ല, സമയം എടുക്കുവാണല്ലോ, 18-20 മണിക്കൂർ വർക്ക് ചെയ്യുന്നവർ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാധാരണ ഒരു നമ്മുടെ കേരളത്തിൽ ജോലിയുള്ള ഒരാളെന്ന് വിചാരിക്കും, 35,000 ഒക്കെ ആൾക്കാർ കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നുമെങ്കിലും അത് പഠിക്കുന്ന സമയത്താണ്. ജോലിയിലേക്ക് വരുമ്പോൾ അറിയാം 35,000 ഒക്കെ ഇപ്പോൾ നല്ല സാലറിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് 50 കൊടുക്കാം. ഓക്കെ, 50,000 ഉണ്ടാക്കുന്ന ഒരാൾ ജോലിക്കാരനാണ്, ബിസിനസ് ചെയ്യാൻ ധൈര്യമില്ല, ഓക്കെ, പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് 18-20 മണിക്കൂറൊന്നും പറ്റില്ല. ഫണ്ണുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, അങ്ങനെ പല പല ജീവിതമുണ്ട്, ട്രിപ്പുണ്ട്, 50,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. അയാൾ മന്ത്ലി എത്ര വെച്ചാൽ ഒക്കെ സേഫായിട്ട് റിട്ടയർ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും കൂടെയാണ്, അല്ലെ ഓരോരുത്തരുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചാണ്. അയാൾക്ക് കടമുണ്ടോ, അയാൾക്ക് ലയബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, ഫസ്റ്റ് നമ്മൾ ഇതിനെല്ലാം അനലൈസ് ചെയ്യണം. അയാൾക്ക് കടവില്ല, ലൈക്ക് ഒരു 10% ഇൻവെസ്റ്റ് ചെയ്തു, 5,000 ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ അതിനെ ശമ്പളം കൂടും. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാ, സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 5,000 രൂപ, ഇപ്പോൾ ലെറ്റ്സ് സേ 50,000 ഉള്ള ഒരാൾ 5,000 രൂപ അയാൾ SIP സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അടുത്ത വർഷം ആകുമ്പം അയാൾക്ക് ഇൻക്രിമെന്റ് വന്നു, ഒരു 60,000 സാലറി ആയാൽ SIPയിൽ ചേഞ്ച് കാണത്തില്ല, അത് 5,000 തന്നെ ആയിരിക്കും. പക്ഷെ ഇതുകൂടെ കൂട്ടണം, എന്നാലേ നമുക്കിവിടെ കാര്യമുള്ളൂ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ മിനിമം 10%. 20% ആണെങ്കിൽ സൂപ്പർബായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പലരും വന്നിട്ട് ചോദിക്കുന്ന കാര്യമോ, സാർ എൻ്റെ ഇത്ര രൂപ ഉണ്ട്, ഞാൻ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാ പലരുടെയും ചോദ്യം. ഈസിയാണ്. അല്ലാതെ നമ്മൾ വലിയ ഇതിനകത്ത് റോക്കറ്റ് സയൻസോ ഇതിനകത്ത് വലിയ കാൽക്കുലേഷൻസോ വലിയ നോളജോ ഒന്നും ആവശ്യമില്ല ബേസിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലേ, നമ്മൾ എന്തിനാ ബാങ്ക് അക്കൗണ്ട് എടുത്തേക്കുന്നത്, ആ ബാങ്കിൽ പോയി എടുത്തേക്കുന്നത് വിശ്വാസമുണ്ട്, പൊട്ടിപ്പോകത്തില്ല ആണല്ലോ. നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് ഇടുവാണ്, അങ്ങോട്ട് വരിക. ആ ബാങ്കിനെ നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ആ ബാങ്കിന്റെ ഷെയർ വാങ്ങിച്ചൂടാ? ചിന്തിച്ചാൽ മതി. ഇതുവരെ ആരും പറഞ്ഞു തന്നില്ല. കാരണം പലരും ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം വിളിക്കാനായിട്ട് പോയതാണ്. അപ്പം ആൾ വന്നിട്ട് പറയാ, ലൈക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ റിട്ടയർ ആകാറായി, ഗവൺമെൻറ് ജോബാണ്, അത്യാവശ്യം നല്ല പൊസിഷനിലായിരുന്നു, റിട്ടയർ ആകും, ഒരു ഹ്യൂജ് കോർപ്പസ് കാണും, PF അത് ഇതെല്ലാം കൂടെ, ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു എൻ്റെ FD ഇന്ന ബാങ്കിൽ കിടപ്പുണ്ട്, ഇച്ചിരി SBI കിടപ്പുണ്ടെന്ന് പറഞ്ഞു. 2023 SBI കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആ FD ഇട്ട് എന്തുകൊണ്ടാണ് FD ഇട്ടേക്കെന്ന് ചോദിച്ചു. അവിടെ SBI നമ്മൾ നല്ല ഇൻട്രസ്റ്റ് തരുന്നുണ്ട്, സേഫ് ആണല്ലോ, ഗവൺമെൻറ്റിൻ്റെ പോത്തില്ലല്ലോ. ഞാൻ എന്നാ പറഞ്ഞു, എന്നാൽ അതിൻ്റെ ഷെയർ അങ്ങ് വാങ്ങിച്ചേക്ക്, വേറെ എന്തിനാ ഇത്ര പ്രശ്നം എന്താ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തോരം, ഇപ്പം നമ്മൾ കാർ യൂസ് ചെയ്യുന്നു, സുസുക്കിയുടെ ആണെങ്കിൽ നമുക്ക് മാരുതി സുസുക്കി, ആ കാറിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ഇത് ചിന്തിച്ചില്ലല്ലോ, ഇത് മേടിച്ചിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പൊതുവെ പറയുന്ന ഒരു പ്രൈവറ്റ് ജോലിക്കാരൻ, ഗവൺമെൻറ് ജോലിക്കാരൻ്റെ പെൻഷനെങ്കിലും ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ജോലിക്കാരൻ അവൻ ഇപ്പോൾ എപ്പോഴും ഭയങ്കര പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന ഒരുത്തനാണ്. കാരണം ഗവൺമെൻറ് ജോലികൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ല, പോപ്പുലേഷൻ കൂടി, ജോലി ഇത്രയേ ഉള്ളൂ, അതിന് സ്റ്റെബിലിറ്റി ഇല്ല, അതിൽ പെൻഷൻ പോലും പങ്കാളിത്ത പെൻഷൻ പലതരം പ്രശ്നമാണല്ലോ. ആണ്, ലൈഫ് സ്റ്റൈൽ നമുക്ക് മാറ്റാനും പറ്റത്തില്ല. പക്ഷെ ഒരു പ്രൈവറ്റ് ജോലിക്കാരനെ കുറിച്ച് എപ്പോഴും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്തായിക്കോട്ടെ, അവന് റിട്ടയർ ആയ പിന്നെ പെൻഷൻ ഇല്ലല്ലോ എന്നുള്ളതാണ്. ഒരു പ്രൈവറ്റ് ജോലിക്കാരന് എങ്ങനെ അവൻ്റെ ഫ്യൂച്ചർ സേഫ് ആക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരാൾ ജോലിക്ക് കയറിയാലേ പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഡെവലപ്പ് ചെയ്യുന്നില്ല.
ഒരു 20 to 30, 20 തൊട്ട് 30 വയസ്സ് വരെ വെച്ചാൽ മാക്സിമം പണിയെടുക്കുക. നമ്മൾ പറഞ്ഞാൽ പട്ടിപ്പണി എടുക്കുക എന്ന് പറയുമല്ലോ, അതെടുക്കണം. അപ്പം പ്രൈവറ്റ് ജോലി നിൽക്കുന്ന ഒരാൾ അവർ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. കാരണം ഗവൺമെൻറ് ജോലി നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അടുത്തത്തെ ജോബിലേക്ക് പോകാനായിട്ടോ ട്രാൻസ്ഫർ ആകാനായിട്ടോ ഇല്ലെങ്കിൽ നേരെ അവർക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ടോ സമയമെടുക്കും. പക്ഷേ പ്രൈവറ്റ് ജോലിയിൽ അതല്ല. അവർ സ്കില്ല് കൂട്ടുക, എക്സ്പീരിയൻസ് കൂട്ടുക, സർട്ടിഫിക്കേഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നേരെ അവർക്ക് നല്ല ജോബ്സ് കിട്ടും. സോ ദാറ്റ് എന്താ സാലറി ഹൈക്ക് ഉണ്ടാവും, പെട്ടെന്ന് ഉണ്ടാവും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഉണ്ടാവും, ഡ്രാസ്റ്റിക് ആയിട്ട് ഉണ്ടാവും. അവരപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലൂടെ അങ്ങ് ചെയ്തേക്കണം. 10%, 20% ഈസിലി ചെയ്യാൻ പറ്റും. അത് ഈ പെൻഷൻ കിട്ടുന്നതിനെക്കാട്ടിലും ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ലെറ്റ്സ് സേ 20ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന ഒരാൾ SIP തുടങ്ങിയേക്കുക. ആ ആൾ തന്നെ 40ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് SWP ആക്കുക, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻസ്. സോ ദാറ്റ് നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ വിതച്ചാൽ മാത്രം പോരല്ലോ, കൊയ്യണമല്ലോ. കൊയ്യേണ്ട സമയമാണ്. ഈ 20 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നല്ലൊരു കോർപ്പസ് ആകും. ആ ഒരു കോർപ്പസ് ആയിട്ട് SWP ആക്കണം. പിന്നീട് നമ്മൾ വിഡ്രോ ചെയ്യണം. പെൻഷനെക്കാട്ടിലും ഹ്യൂജ് റിട്ടേൺസ് ആയിരിക്കും തരാൻ പോകുന്നത്. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ട്രേഡ് മാക്സിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കോഴ്സും കൂടി എടുക്കേണ്ട അവസ്ഥയിലോട്ടാണ് എത്തിയോ? ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എപ്പോഴും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ്. അതിലോട്ട് ആളുകൾ ഇറങ്ങുന്നതും പേടിച്ചിട്ടാണ്. അപ്പോൾ 20% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 1 ലക്ഷം രൂപയുള്ള ഒരാൾ 20% ഇൻവെസ്റ്റ് ചെയ്ത് SIP ഇടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. 20,000 ഇട്ടാൽ മതിയോ? മതി. ഓക്കെ, 20,000 നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ എവിടെ ഏത് SIP എങ്ങനെ ചെയ്യും? ഗുഡ് ക്വസ്റ്റ്യൻ. ഇതാണ് എല്ലാവരുടെയും വേറെ പ്രശ്നം. ചെയ്യാൻ വരുന്നവർ പിന്നെ ഡൗട്ട്ഫുൾ ആവും. ഞാൻ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കാം, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് പറക്കണം, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് മാത്രമേ എൻ്റെ കാശ്, എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. ഇതാണ് എല്ലാവരുടെയും ചിന്താഗതി. പക്ഷെ അങ്ങനെയല്ല ഇത് റിയാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ റിസ്ക് ഉണ്ട്. നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ്ലി നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ 20 തുടങ്ങുന്നു, 40 SWP ആക്കുന്നു. ഇത് ഇങ്ങനൊരു ഗോളാകാം. ഇല്ലെങ്കിൽ ഇവർക്കൊരു 10 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ ഇവർക്കൊരു വണ്ടി എടുക്കണം, ഒരു വീട് വെക്കണം, ഇല്ല ഒരു വേറെ എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഗോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ സ്പെസിഫിക് ആക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നോക്കേണ്ടത്. റിസ്ക് കുറച്ച് മതി. ഇപ്പോൾ ഞാൻ നല്ലൊരു പോർട്ട്ഫോളിയോ ഇരുന്നത് ഗോൾഡിലും സിൽവറിലും ഫ്രം 2022. 2030 ഞാൻ വിഡ്രോ ചെയ്യത്തുള്ളൂ. നേരത്തെ തന്നെ തുടങ്ങി. ബുദ്ധിമാൻ. യെസ്, ഞാൻ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും 2030 വരെ ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. ഞാൻ എക്സിറ്റ് ചെയ്യത്തില്ല ഇതിനകത്ത്. മാർക്കറ്റ് വീഴും, ഫോൾ ആകും, നോ പ്രോബ്ലം. 2030 ആകുമ്പോൾ എന്താണ് അവസ്ഥ, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആവും. ഇതാണ് എൻ്റെ വ്യൂ. ഞാൻ ആ റിസ്ക് എടുക്കുവാണ് ഇതിൽ. ഇപ്പോൾ ക്രിപ്റ്റോയിൽ നല്ലൊരു ഹ്യൂജ് കോർപ്പസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് 30 ആകുമ്പോഴത്തേക്ക് ഞാൻ വിഡ്രോ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ 30 ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ വേറെ പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഡെഫിനറ്റ്ലി ദുബായ്. അവിടെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ ക്രിപ്റ്റോസ്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. സോ ആ ഒരു 2030 ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ മിനിമം 3 years 5 years ഇടണം. ഇതല്ലാതെ എൻ്റെ ഇത്രയും ഒരു 8 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇത്രയും നാളായിട്ട് ഞാൻ ഒരിക്കലും വളരെ റെയറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ 3-5 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാൾ ലോസ് വരുന്നത്. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത മാസം പ്രോഫിറ്റ് വേണമെങ്കിൽ അയാൾ ലോസിലാകാൻ ചാൻസ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്തു 1 വർഷത്തിനകം പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലോസിലാകാൻ ചാൻസ് ഉണ്ട്. ബട്ട് 3 വർഷം ഇല്ല ഒരു 5 വർഷം നോക്ക് മജോറിറ്റി ആൾക്കാരും പ്രോഫിറ്റില്ല. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ സ്റ്റോക്സിലും, അതും നല്ല സ്റ്റോക്കുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും നിഫ്റ്റി 50 എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഉണ്ട്. ഇതിലാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെയും പോവുകയാണെങ്കിൽ നിഫ്റ്റി 100. ഇതിന് പുറത്ത് ഞാൻ ചെയ്യത്തില്ല. ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത്, 1 രൂപ 2 രൂപ ഉള്ള സ്റ്റോക്കൊക്കെ വാങ്ങിച്ചിട്ട് 1000 ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിച്ചിടും. അത് വർക്കൗട്ട് ആകത്തില്ലാന്ന്. ഇടയ്ക്ക് 2024 ഒക്ടോബർ 29 എൽസിഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്ക് ഉണ്ട്. വെറും 3 രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപയിട്ട് ജമ്പായി ഒറ്റ ദിവസം കൊണ്ട്. ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കാത്തൊരു സാധനം ഇല്ലായിരുന്നു. ഞാൻ അത്ര ഹെവി സ്മാർട്ടസ്റ്റ് കായാന്നൊന്നും ഞാൻ പറയത്തില്ല എപ്പോഴും. എനിക്കറിയാവുന്ന കാര്യത്തിൽ എൻ്റെ നോളജ് ഇപ്പോൾ ഗുഡാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ ഞാൻ ഇന്നത്തെ നോളജിനേക്കാളും 0.01% ബെറ്റർ ആക്കും. ഞാൻ ബുക്സ് വായിക്കും, ഡെയിലി രാവിലെ എണീറ്റ് ബുക്സ് വായിക്കും, കോഴ്സസ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യും, എന്നിട്ടായിരിക്കും പോകുന്നത്. സോ എനിക്കത് മതി. അപ്പം ഈ പറഞ്ഞ പോലെ എൽസിഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒരു ദിവസം കൊണ്ട് 3 ലക്ഷം ആയപ്പോൾ എന്താ എല്ലാവരും ചിന്ത, കൊള്ളാലോ, എല്ലാവരും ഇതുപോലെ ഇരുന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അത് ഇന്ത്യൻ മാർക്കറ്റ് ഇതുവരെ നടക്കാത്തൊരു സാധനം അന്ന് നടന്നത്. അപ്പോൾ എല്ലാവരും ഇനിയും പുതിയ എൽസിഡികൾ വരുമല്ലോ, ഇത് കൊണ്ടിടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, മാർക്കറ്റ് കയറണമെന്നുള്ള അതിന് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്നത് ലെറ്റ്സ് സേ മെറ്റൽസിൽ നമുക്ക് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സിൽവർ എന്തുകൊണ്ടാണ് കയറുന്നത്,
പലരും വിചാരിക്കില്ല സിൽവറും ഗോൾഡും എന്തുകൊണ്ടാണ് കയറുന്നത്, നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നുണ്ടൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഈ കുറേ യൂസേജ് വരുന്നുണ്ട്. ഇപ്പം സിൽവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോളാർ പാനൽസ് 2025 മുതൽ 2030 വരെ ഗവൺമെൻറ് കൂടുതൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് പോവുകയാണ്. അതായത് സോളാർ പാനൽസ് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിനുള്ള സ്കീമുകൾ കുറേ കാര്യങ്ങൾ വരും. സോളാർ പാനൽസ് വരുന്നതിൻ്റെ കൂടെ തന്നെ EV വണ്ടികൾ, നമുക്കറിയാം ഡൽഹിയിലൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത്, ഫുള്ളി ഇവർ മാറ്റും, EVയിലേക്ക് മാറ്റും. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇപ്പോൾ മൊത്തം EV ആയിക്കൊണ്ടിരിക്കുകയാണ്. EV ആക്കുമ്പോൾ എന്താ സിൽവറിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ട് വരും. ഇതുപോലെ തന്നെ കോപ്പർ, ഇലക്ട്രിക് എന്ത് സാധനം യൂസ് ചെയ്യാനും കോപ്പർ കോയിൽ വേണമല്ലോ. കോപ്പറിന് ഇപ്പം വില വെറും 1500 മുതൽ 1700 വരെ ഉള്ളൂ കിലോയ്ക്ക്. ഞാൻ ലിറ്ററലി ഒരു നല്ലൊരു കോപ്പേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് 2026 കോപ്പർ അലുമിനിയം ഞങ്ങൾ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞ്, 2 വർഷം 3 വർഷത്തേക്കല്ല റിസൾട്ട് നോക്കുന്നത്, ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഞാനൊരു പുതിയ ഇൻവെസ്റ്ററാണ്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എനിക്ക് പേടിയാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത് കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. എൻ്റെ കാശ് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് റിട്ടേൺ വേണം. ഈ ചിന്താഗതിയുമായി ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഇതിൽ വരുക. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, എൻ്റെ മൈൻഡ് സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒന്നും അറിയാത്ത ഒരാളാണ്, പൈസ റിട്ടേൺ മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, ഒന്നും അറിയത്തില്ല, നെഗറ്റീവ് ആണ് കേട്ടിട്ടുള്ളതെങ്കിൽ അത്രേ ഉള്ളൂ, അത്ര കേട്ടുള്ളൂ, അത് മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല പൈസ തിരിച്ചു വേണം, മസ്റ്റാണ്. ഗോൾഡിന് വിശ്വാസം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യും, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സിൽവർ വിശ്വാസം ഉണ്ടല്ലോ എല്ലാവർക്കും. ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നോക്കി സിൽവറിൽ ഭയങ്കര വിശ്വാസമായി. ഒരു മാസത്തെ ഇതെടുത്ത് നോക്കി സിൽവർ ഞാൻ പറഞ്ഞല്ലോ അതായത് ഡിസംബർ 2025 എൻ്റെ ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 1 kg ഇതാണ്, ബാറാണ്. ഞാൻ മന്ത്ലി വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ 1 kg ബാർ വാങ്ങിച്ചാൽ 2,45,000 രൂപയുള്ളായിരുന്നു. ഇന്ന് 3,90,000 രൂപയാണ് അതിൻ്റെ വില. ഈ മാസം ഞാൻ വാങ്ങിക്കും 1 kg, 3.9 ലാഖാണ് എൻ്റെ വില. എൻ്റെ ക്ഷമ എങ്ങനെയായിരിക്കണം? അതായത് എനിക്ക് പൈസ തിരിച്ചു വേണം, എൻ്റെ ഹാർഡ് ഏൺഡ് മണിയാണ്, മാസത്തായിട്ട് തിരിച്ചു വേണം. ഞാൻ എത്രത്തോളം ക്ഷമിക്കണം, എത്രത്തോളം കാത്തിരിക്കണം? നല്ല ജീവിതത്തിൽ എല്ലാത്തിലും നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ. എന്താ, നമ്മളൊരു ജോലിക്ക് പോകുന്നു, നമ്മുടെ സമയം നമ്മൾ ഫുൾ അവിടെ കൊടുക്കുമല്ലേ, നമ്മുടെ എഫേർട്ട്, നമ്മുടെ എനർജി, ഇതൊക്കെ നമ്മുടെ റിസ്കിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് അതിൽ, അത് എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിട്ട് ഇട്ടേക്കുക. സോ ഡെഫിനറ്റ്ലി ഒരു 3-5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഈ പറയുന്ന പോലെ കോപ്പർ ഇല്ലെങ്കിൽ സിൽവർ ഇല്ല മെറ്റൽ സെക്ടേഴ്സില്ല, ഇതാകുമ്പോൾ ഇച്ചിരി വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ ഷെയർ വാങ്ങിച്ചു വെക്കുക. ഇനി പൈസ മാത്രമേ കുറവുള്ളൂ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അല്ലാന്നേ ഒരു SBIയുടെ ഷെയറിന് വെറും 900 റുപ്പീസേ ഉള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറിന് വെറും 900 റുപ്പീസേ ഉള്ളൂ. ലാസ്റ്റ് ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ സെപ്റ്റംബർ മുതൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 780 മുതൽ 800 റുപ്പീസിലാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് SBI. പിന്നെ വാങ്ങിച്ച് നീട്ടിക്കൊണ്ടിരിക്കുക. ഞാനിപ്പം ഇറങ്ങും, അതിൽ നിന്ന് ഇറങ്ങാറായിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. അപ്പം എന്താണ് ആ ഒരു 3-4 മന്ത്സ് കൊണ്ട് ഹ്യൂജ് കോപ്പേഴ്സ് ഞാൻ ബിൽഡ് ചെയ്തത്. ഇപ്പം ഞാൻ സിൽവറിൻ്റെ കാര്യം പറഞ്ഞു, ഇല്ലെങ്കിൽ മെറ്റൽസിൻ്റെ കാര്യം പറഞ്ഞു. വേദാന്ത എന്ന് പറയുന്നൊരു സ്റ്റോക്കുണ്ട്, ഭയങ്കര റിസൾട്ട് തന്നേക്കുന്നത്. ഞാനത് ഇന്ന് തന്നെ ഞങ്ങൾക്ക് അറൗണ്ട് ഒരു ഹ്യൂജ് കോപ്പ് ഭയങ്കര റാലി തന്നേക്കുന്നത്. ഈവൻ അതിപ്പം അറൗണ്ട് ഒരു 700 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഞാനതൊരു ബ്ലാസ്റ്റ് ആകാൻ പോകുന്നൊരു സ്റ്റോക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമോ റാൻഡമായിട്ട്, ഇല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കുവാണ്. കാരണം ഇപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അലൂമിനിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് മെറ്റൽസിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വാ. ഹിൻസിങ്ക്, ഹിൻകോപ്പർ, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അലൂമിനിയം ബേസ്ഡ് ഇഷ്ടംപോലെ സ്റ്റോക്സ് ഉണ്ടെന്നേ, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ. ഇതൊക്കെ വെറും 100 രൂപ 200 രൂപയ്ക്കുള്ള ചില സ്റ്റോക്സിൻ്റെ വില. ശരിക്കും പറഞ്ഞാൽ വലിയ റിസ്ക്കും അല്ല, അവെയർ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം പിന്നെ എൻ്റെ അടുത്ത സംശയം, എനിക്ക് അവെയർ ആകണം, എൻ്റെ ആഗ്രഹം അതാണ്. എനിക്ക് അവെയറായിട്ട് ഇപ്പം അരുൺ പറഞ്ഞല്ലോ പഠിച്ചിട്ടാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര നാൾ പഠിക്കണം, ഞാൻ എങ്ങനെ പഠിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം ഒരു സ്ഥലത്ത് പോവാം, നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകും, നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഗൂഗിളിൽ പോയിട്ട് തപ്പും ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ്, ബെസ്റ്റ് ഫുഡ് സ്പോട്ട്സ്, ഡെഫിനറ്റ്ലി ആണല്ലോ. ഇതുപോലെ തന്നെ നേരെ ഗൂഗിളിൽ പോവുക, നോക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് എനിക്ക് വിശ്വസിക്കാവോ പറയണല്ലോ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കുന്നില്ലേ? അതുണ്ട്. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ AI ഒരുപാട് വന്ന സ്ഥിതിക്ക് സംശയത്തിന്റെ മുൾമുനയിലാണ് പലരും. ഗൂഗിൾ മാപ്പ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി. അപ്പോൾ അത്രയും തന്നെ നമ്മൾ നോക്കുക. ഇപ്പോൾ പലരും എന്നോട് അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ലൈക്ക് ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഏതാ വായിക്കാൻ? ഞാൻ അത്യാവശ്യം ബുക്സ് വായിക്കുന്നുണ്ട്, എല്ലാവരും വന്നിട്ട് ചോദിക്കും. ഞാൻ പറയും ഓരോരുത്തർക്ക് ഓരോ കാരണമാണ്. ചിലർക്ക് ഡിസിപ്ലിൻ ആണ്, ചിലർക്ക് ഫോക്കസ് ആണ്, ചിലർക്ക് ടൈം മാനേജ്മെൻ്റ് ആയിരിക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ ഗൂഗിളിൽ പോവുക, ബെസ്റ്റ് ബുക്ക് ഓൺ ഡിസിപ്ലിൻ, 10 കിട്ടും, നേരെ അതെടുത്ത് വായിക്കുക. എല്ലാവരും അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അവരിനി വായിക്കുമ്പം അവരിഷ്ടമില്ലാത്ത കാര്യമാണ്, ടൈം സ്പെൻഡ് ചെയ്യണം, ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് എനിക്ക് യൂസ് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കും. ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രൊക്കാസിനേറ്റ് പിന്നെ വായിക്കാമല്ലേ അങ്ങ് കളയും.
ഇത് തന്നെയാണ്. സോ ഒരാൾ ബേസിക് ആയിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക ആൾക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ പോയി തപ്പുക, ഗൂഗിൾ ആയിക്കോട്ടെ, വാട്ട് ബി ഇറ്റ് ഈസ് നോക്കുക. യൂട്യൂബിലില്ലാത്തതൊന്നുമല്ല നമ്മൾ എവിടെ നിന്ന് പഠിക്കാനായിട്ട് പോവുക. ഭയങ്കര ഇപ്പോൾ റിസോഴ്സ് ഇല്ലാത്തതല്ല പ്രശ്നം, ആവശ്യത്തിലേറെ റിസോഴ്സാണ് നമുക്കുള്ളത്. നേരെ പോവുക, യൂട്യൂബിൽ പോയി നോക്കുക, എന്നിട്ട് ബേസിക് ആയിട്ട് നമ്മളൊന്ന് നോക്കുക നമുക്ക് അതിനെപ്പറ്റി ജെന്യൂൻലി ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു ഈ ആരംഭശൂരത്വം അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, വളരെ കൂടുതലുള്ള ആളുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നേരെ പോവുക, യൂട്യൂബിൽ പോവുക, എടുത്ത് നോക്കുക. കുറേ കോഴ്സസ് ഉണ്ട്, എടുത്ത് പഠിക്കാൻ നോക്കുക. എന്നിട്ട് സ്റ്റിൽ നിങ്ങൾക്ക് തോന്നുകയാണ് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറും 200 രൂപ 300 രൂപയൊക്കെ കൊടുത്താൽ ബുക്സുകൾ കിട്ടും. ഈ എന്ത് ടോപ്പിക്കിനെ പറ്റിയാണെങ്കിലും കിട്ടും. അതെടുത്ത് വായിച്ച് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഇനിയും വേണമെന്ന് ക്രേവിംഗ് ഉണ്ടല്ലേ, നേരെ പോയി അഡ്വാൻസ്ഡ് ആയിട്ട് എത്ര വേണേൽ സ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ ലൈഫേ ചേഞ്ച് ആവും. അല്ലാതെ ഡയറക്റ്റ് വന്നിട്ട് കുറേ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പഠിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ആരംഭശൂരത്വം കാരണം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡും അല്ലല്ലോ. ഇപ്പം ഞാൻ ഈ ആദ്യം അരുൺ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. സോ യു സെഡ് ഒരു 18 to 20 hours ഒക്കെ അരുൺ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. എത്ര പേർക്ക് ഇപ്പോൾ ജോലി കൊടുത്തേക്കുന്നത്? ഓൾമോസ്റ്റ് ലൈക്ക് 200+ സ്റ്റാഫ് ഉണ്ട്. അപ്പം എത്ര കമ്പനീസ് ഉണ്ടായിട്ട് അത്രയും വളരാൻ പറ്റിയ ഒരാളാണ്. പലപ്പോഴും പലരും പറയുന്നൊരു പരാതിയാണ്, സമയമില്ല. ഇപ്പോൾ ഒന്നിനും സമയമില്ല, പുതിയതായിട്ട് പഠിക്കാൻ സമയമില്ല, ഹെൽത്ത് നോക്കാൻ സമയമില്ല. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് സമയമില്ല, ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പോൾ അരുൺ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറാണ്, സീരിയൽ ഓൺട്രപ്രണറാണ്. അരുൺ എങ്ങനെയാണ് ലൈഫ് ബിൽഡ് ചെയ്തേക്കുന്നത് ഈ 24 hours? ടൈം മാനേജ് പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് എൻ്റെ വർക്കിനെ, പ്രൊഡക്ടിവിറ്റി ഞാൻ കൂട്ടിയിട്ടുണ്ട്, ടൈം ബോക്സിങ് ചെയ്യുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം എൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എനിക്ക് എത്ര താമസിച്ചാൽ ഞാൻ 5 മണിയാകുമ്പോൾ എണീക്കും. ചിലപ്പോൾ 4 മണിക്കായിരിക്കും കിടക്കുന്നത്, ഞാൻ 5 മണിക്ക് എണീക്കും. എനിക്കത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. രാവിലെ എണീക്കുക, ദെൻ ബുക്സ് വായിക്കും, അതും കഴിഞ്ഞിട്ട് നേരെ വർക്കൗട്ട്, വാട്ട് ഓപ്പിറ്റീസ്, ഇതെല്ലാം കഴിഞ്ഞ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡോഗ്സ് ഉണ്ട്, അവരോട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. എനിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള ദിവസം ഓൾറെഡി ഞാൻ തൊട്ട് മുമ്പത്തെ ദിവസം ഇന്നത്തെ സ്കെഡ്യൂൾ ഫുള്ളി ബിൽട്ടാണ്. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇന്ന കാര്യങ്ങൾ പക്കായിട്ട് ചെയ്തേക്കുമായിരിക്കും. എൻ്റെ ഇയേഴ്സിന് എനിക്ക് 2 ഇയേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്കെല്ലാം ഇത് പോകും, ഇന്നതാണ് എനിക്ക് ഇന്നത്തെ സ്കെഡ്യൂൾ. അവരും അയക്കും, ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും അയച്ചു തരും. ഈവൻ എനിക്ക് എൻ്റെ ദിവസം ബിൽഡ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല, എൻ്റെ ഇയേഴ്സ് എനിക്ക് അയച്ചു തരും. സാർ നാളെ നമുക്ക് ഇന്ന കാര്യങ്ങളാണ് ഇന്നതുള്ളതെന്നുള്ളത്, ഞാൻ അതിനനുസരിച്ച് സ്കെഡ്യൂൾഡാണ് എൻ്റെ കാര്യത്തിൽ. ദെൻ വർക്കും കാര്യങ്ങളും നടന്നോളൂ. ഇത് ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു പോയി. ഞാൻ സെൽഫ് അനാലിസിസ് ചെയ്തു. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സമയം കുറേ പോകുന്നുണ്ട്. എവിടെയാണ് പോകുന്നത്? ഫോൺ യൂസേജ്, ഇൻസ്റ്റ, റീൽസ്, യൂട്യൂബ്, ഇതിലൊക്കെയാണ് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഫ്രീ ആണെന്നായിരിക്കും നമ്മൾ വിചാരിക്കില്ല. നെറ്റ്ഫ്ലിക്സ് ലൈക്ക് $200 റൈറ്റ്, ഇത്രയാണ് നമ്മൾ വിചാരിക്കും, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ സമയമാണ്. ഒരു സീരീസ് ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തത്തില്ല, ഇല്ല നമ്മൾ കണ്ട് തീർത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എത്ര മണിക്കൂർ പോയി അവിടെ. ഇത് ആ ഒരു ചിന്ത, അതാണ് ഞാൻ ഇത്ര ആലോചിച്ചത് ആ ഒരു സമയത്ത്. സോ ഞാൻ ലൈക്ക് നെറ്റ്ഫ്ലിക്സ് കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. ദെൻ ഇൻസ്റ്റാഗ്രാം ഞാൻ കട്ട് ഡൗൺ ചെയ്തു. ഏറ്റവും കൂടുതൽ ടൈം വേറെ പൊയ്ക്കൊണ്ടിരുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രണ്ട്സ് വരുന്ന വിളിക്കുന്നു. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ബട്ട് എനിക്ക് ചേഞ്ച് വേണമെന്ന് നോക്കിയപ്പം എൻ്റെ സറൗണ്ടിങ്സ് എന്നെ ഡ്രാഗ് ചെയ്യുന്നത്. അത് ലൈക്ക് അതെ അവിടെ പോകും, ഇവിടെ പോകും, അങ്ങനെ ചെയ്യാം, കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വർക്കില്ല, എനിക്ക് പഠിക്കാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് സംഭവം നടക്കുന്നില്ല. അവർ ലൈക്ക് ജോബ് ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ എനിക്കിത് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സംഭവം വന്നു. ഞാൻ അതിനുവേണ്ടി എന്നെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് 2021 ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് DLF ഒരു ഫ്ലാറ്റ് എടുത്ത് ഞാൻ അങ്ങ് നിന്ന്. ആരും വരരുത്, DLF ആകുമ്പോൾ ഫുള്ളി അത്യാവശ്യം ഇതാണല്ലോ, ചുമ്മാ ആരും കയറി വരാനും പറ്റത്തില്ല, ഫുള്ളി ഫോണൊക്കെ ഓഫാണ്, ഫുൾ ടൈം പണിയാണ്. പക്ഷേ അവിടെ ഞാൻ തോറ്റു. ഫ്രണ്ട്സ് വരാൻ തുടങ്ങി. പിന്നെ ഫുൾ അവന്മാർ ഇങ്ങോട്ടാക്കി, ഫ്ലാറ്റിലോട്ട്, ചിലവർ ഫ്ലാറ്റിലോട്ടൊക്കെ താമസം മാറ്റി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ തൃശ്ശൂർ പോയി. ഇച്ചിരി കൂടെ ദൂരമാണല്ലോ, ഇവരപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെ ചിന്തിക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. അവിടെയും വന്ന് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു ഞാൻ അവരെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ വീട്ടിലോട്ട് വന്നു. എങ്ങും ഞാൻ ഓടിപ്പോയിട്ട് കാര്യമില്ല, ഇത് ഇന്നതാണ് എന്നുള്ളത്. ഞാൻ പിന്നെ എന്നെ അവിടെ ഒരു വീടിൻ്റെ മുകളിലൊരു റൂം ഞാൻ ബിൽഡ് ചെയ്ത് ഫുള്ളി ഞാൻ അവിടെ തന്നെയായിരുന്നു. ഒരു ഫുൾ ടൈം അവിടെ തന്നെ ഫുൾ പഠിക്കുക, ഈ റീഡിങ്, ഇത് മാത്രമാക്കി. പിന്നെ അവർ തന്നെ മനസ്സിലാക്കി ഞാൻ ഫുൾ ബിസിയാണ്, ഇത് ചെയ്യുകയാണ് എന്ന് അവർ മനസ്സിലാക്കി. പക്ഷെ എന്നാലും ആ സമയത്ത് അത്യാവശ്യം റിസൾട്ട് കാണാൻ തുടങ്ങിയപ്പോൾ അവർ ഓക്കെ. പിന്നെ ഇപ്പം നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് അവരെ കാണിക്കാനും ഇത്രയും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കാണുമ്പോൾ അവർ ഹാപ്പിയാണ്. അവർ ലൈക്ക് ഡിസ്റ്റർബ് ചെയ്യുകയില്ല അതിലൊന്നും. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അരുണിനെ പോലെ തന്നെ ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ കണ്ടിട്ടുള്ളതുകൊണ്ട് അവരെല്ലാം ചെയ്തൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഐസൊലേഷനാണ്. അതായത് അവരുടേതാകുന്ന ലോകത്തിലോട്ട് മാറുകയാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. പേഴ്സണൽ ബന്ധങ്ങൾ,
വീട്ടിലെ പരിപാടികൾ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, പല ബിസിനസ്സുകാരുടെയും ഇഷ്ടം പോലെ. ആ കോളേജിലും തുടങ്ങിയ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായി പ്രണയ നൈരാശ്യം ഇത് കൂടെ പോയവരുണ്ട്. കാരണം സമയമില്ലല്ലോ. അപ്പം ആ ബിസിനസ് അങ്ങനെ വന്ന ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി വേറൊരു സാധനം കൂടെ, നമ്മൾ ഒറ്റപ്പെടുന്നേ. കാരണം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരോട് പറയും? ഫ്രണ്ട് സർക്കിളുണ്ടോ? ഇല്ല. നമ്മൾ അവരിൽ നിന്ന് മാറി ഐസൊലേറ്റായി. ഫ്രണ്ട് സർക്കിളില്ല. നമ്മൾ ഒറ്റപ്പെടും. നമുക്കൊരു പ്രശ്നം വരുമ്പോഴോ ഒന്ന് സംസാരിക്കാനോ വീട്ടുകാരോട് പറയാൻ പറ്റത്തില്ല. കാരണം വീട്ടുകാരോട് പറഞ്ഞാൽ അവർ പിന്നെയും ടെൻസ്ഡ് ആവും. കാരണം അയ്യോ എൻ്റെ മോനത്തെ പ്രശ്നം പറ്റി. എന്നാ വേണ്ട മോനെ എന്ന് ഈ ഇത്രയും പ്രഷർ എടുക്കേണ്ടത് അല്ലേ? അതെ, അതേ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ തോറ്റ് സീറോയി വന്ന് നിൽക്കുമായിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ലായിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരാൾ കൂടെ മതി. ഇത് ഓക്കെ, ഞാനുണ്ട് കൂടെ, നമുക്ക് ചെയ്യാം എന്ന് പറയാൻ ഒരാൾ മതിയായിരിക്കും. പക്ഷെ ആരും കാണത്തില്ല. ആ ഒരു ഒറ്റപ്പെടലും എല്ലാ ഓൺട്രപ്രന്യേഴ്സും പാസ് ചെയ്തിട്ടേ വരത്തുള്ളൂ. ഇപ്പോഴും എന്നെ പലരും വിളിക്കും, സാറിലേക്ക് എനിക്ക് പ്രശ്നം, ഇന്നതാ പ്രശ്നം. ഞാൻ പറയുന്നത് യൂസ്ഡ് ആകുക. ഇപ്പം ഞാൻ പറയും, ഞാൻ ഇപ്പം പല പ്രശ്നങ്ങളും ഇത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 1000 CR AUമിലേക്കൊക്കെ എത്തണമെന്നുള്ളതൊക്കെയാണ് എൻ്റെ ടാർഗറ്റ്. ഇപ്പോൾ 25 ഞാൻ ടച്ച് ചെയ്ത് നിൽക്കുവാണ്. എന്നാലും ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു 1000 എത്താൻ നേരത്ത് ഞാൻ ഇപ്പം പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് 1000 ആകുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതിനെക്കാട്ടിലും വലുതായിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ള പ്രശ്നത്തെ ഞാൻ സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൗൺസിലിങ്ങിന് പോകാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പണ്ട്, ഒരു 2021-22 സമയത്ത്. അപ്പോൾ അപ്പോഴത്തെ ചിന്താഗതി ഉണ്ടോ, അയ്യോ എനിക്കെന്താ പ്രശ്നമുണ്ടോ അതിന്, അങ്ങനെ പറ്റാതെ മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവരല്ലേ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. ഇതൊക്കെയാണ് നമ്മളുടെ ചിന്താഗതി ആക്ച്വലി. പിന്നെ ഞാൻ മാറ്റിയില്ല, പോകണം. ഞാൻ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രഷർ, എൻ്റെ ടെൻഷൻ, എനിക്ക് ആരോടും പറ്റുന്നില്ല. ഞാൻ ലിറ്ററലി ഇങ്ങനെ പൊട്ടാറായി നിൽക്കുന്ന സാധനം. അന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ഇന്ന് എനിക്ക് ഈ പ്രശ്നം ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും എന്നുള്ളതിൽ അന്ന് ഞാൻ ഓക്കെ ഫൈൻ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതാ എന്നെ ചേഞ്ച് ആക്കിയത് അവിടെ തന്നെ. അല്ല, അതൊരു നിങ്ങൾ പറഞ്ഞ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഐസൊലേഷൻ വരണം, ഒറ്റയ്ക്ക് വരണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൂട്ടും സാധനങ്ങളും നമുക്കില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കില്ല. അതില്ലാന്ന് വരുന്ന ആളുകൾ വീണ്ടും ആ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകും. പക്ഷേ ഈ ഡിസ്ട്രാക്ഷൻസ് മാറ്റി നിർത്താൻ ഇപ്പോൾ ഒരു റിയൽ കൾച്ചറിൽ ജീവിക്കുന്നവരാണ്, കോണ്ടന്റ് ലൈഫിൽ ജീവിക്കുന്നവരാണ്, അങ്ങനത്തെ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് പോലും ഈ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതെങ്ങനെയാണ് അതെടുത്തത്? ഇതെല്ലാം എനിക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് അത് എന്ത് ചെയ്യുന്നു? അത് വന്ന് എനിക്ക് കൺസ്യൂമർ ആകാനായിട്ടല്ല ഇഷ്ടം, പ്രൊഡ്യൂസർ ആകണം. എന്തൊരു സാധനമാണെങ്കിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, ആൾക്കാരത് കൺസ്യൂം ചെയ്യട്ടെ. അവർ കൺസ്യൂം ചെയ്ത് ഞാൻ ചെയ്ത സാധനം സക്സസ് ആകുമ്പോൾ എനിക്ക് കൂടുതൽ ഹാപ്പിയാണ്. ഞാൻ ഇപ്പം റീൽസ് ആയിക്കോട്ടെ, വാട്ട് എവർ ബീറ്റ് ഈസ്, ഞാനതിരുന്ന് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ബട്ട് എന്നാൽ ഈ പറഞ്ഞൊരു ചോദ്യമുണ്ട്, അതായത് ഇതെല്ലാം കട്ട് ഔട്ട് ചെയ്തിട്ട് നിൽക്കാനായിട്ടുള്ളൊരു ഒരു കോട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും സക്സസ് ആകാൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും കോടികൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ തോക്കുമെന്നൊരു പേടിയാണ് പലരുടെയും വലിച്ചു മാറ്റുന്നത്. അപ്പോൾ ഞാനൊരു കോട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, തോക്കത്തില്ല എന്ന് നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ എത്ര വലുതായിട്ട് ഡ്രീം ചെയ്യൂ എന്നുള്ളത്. അതിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആക്കിയത്. തോക്കത്തില്ല എന്ന് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലുതായിട്ട് ഡ്രീം ചെയ്യും. അപ്പോൾ എൻ്റെ വ്യൂവേ മാറി, എൻ്റെ പെർസ്പെക്റ്റീവേ മാറി അവിടെ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. മാനിഫെസ്റ്റേഷൻ എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തൊരു കാര്യം മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. 2020 മുതൽ നിർത്താതെ ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ. അത് ആക്ച്വലി ഈ മാനിഫെസ്റ്റേഷൻ കാരണം തന്നെ എനിക്ക് കുറേ അധികം നെറ്റ്വർക്ക്സ് ബിൽഡായിട്ടുണ്ട്, കുറേ അധികം പേരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു മെൻറ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ മെൻറ്ററിനെ തേടി പോയിട്ട് കാര്യമില്ല, മെൻറ്ററാണ് സ്റ്റുഡൻറ്റിനെ തേടുക എന്നുള്ളത്. എന്നെ ഇപ്പം എന്താ പറയുക, എന്നെ ജനിപ്പിച്ചത് എൻ്റെ പേരൻസ് ആയിരിക്കാം, പക്ഷേ എന്നുള്ളിലുള്ള എൻ്റെ ഒരു ഓൺട്രപ്രന്യൂറിനെ ഒരു ജന്മം നൽകിയത് എൻ്റെ മെൻറ്റേഴ്സ് തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരു ഓൺട്രപ്രന്യൂറാണ്, മൾട്ടി ക്രോർപതിയാണ്, ബട്ട് വാല്യൂ സിസ്റ്റം എനിക്ക് എന്താണ് ഒരാൾ എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് പാസ് ചെയ്ത് തന്നത് ആളാണ്. നമ്മൾ വിചാരിക്കാത്തപ്പോൾ അതും ആക്സിഡൻ്റലി എനിക്ക് വന്ന് കണക്റ്റായി. ആക്സിഡൻ്റലി മാനിഫെസ്റ്റോ അല്ലേ അവിടെ ഇരുന്ന്? ആക്സിഡൻസ്, യൂണിവേഴ്സ് കൺസ്പയർഡ്. അരുൺ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഇത് അരുണിന് കിട്ടണം വേണമെന്ന്. പക്ഷെ അതിന് കറക്റ്റായിട്ട് റൈറ്റ് പാത്തിൽ ഒരാളെന്നെ ഗൈഡ് ചെയ്യാൻ വന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, കാരണം മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ റൈറ്റ് പാത്തിൽ എനിക്കൊരാളെ കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് എക്സാക്ട്ലി ഞങ്ങൾ ആ നലയിനായി, ദെൻ കണക്റ്റഡായി, കുറേ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ച് ലേറ്റർ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, എൻ്റെ എനർജിയിൽ ഒരു സ്പിരിച്വൽ ജേർണിയിൽ തന്നെ
ഒരു വലിയൊരു ഭാഗം, വലിയെന്ന് പറഞ്ഞാൽ 99% ആളാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ടു ഹാവ് സമ്മൺ അങ്ങനെ പറഞ്ഞു തരാം. കാരണം ശരിക്കും യൂഷ്വലി ആളുകൾ സെൽഫിഷാ, അയ്യോ അവരവരുടെ ഉള്ളിൽ തന്നെ വെക്കത്തേ ഉള്ളൂ. ഞാൻ ലക്ഷ്മി അമ്മ എന്നാണ് വിളിക്കുന്നത്. ലൈക്ക് 0% സെൽഫിഷാ. ലൈക്ക് എന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നോട് പറയടാ ഞാൻ നീ നന്നാവാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട എന്ന് പറയും. ലൈക്ക് അങ്ങനെ കിട്ടാൻ ഭയങ്കര റെയറാണ് കേട്ടോ. ഞാനത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. താങ്ക്സ് ടു യൂണിവേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റും അത്. അതായത് ഒന്നും ആഗ്രഹിക്കാതെ നമ്മളുടെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ റെയറാണ്. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ താങ്കൾ ഇച്ചിരി മാറി ഇതിൽ നിന്ന് ചിന്തിച്ചു. അതായത് സാധാരണ ഒരാൾ ഓൺട്രപ്രണറായി, എനിക്ക് ഒത്തിരി ബിസിനസ്സുകാരാണ്, അവരെല്ലാം ബിസിനസ് ചെയ്യുന്നു, അവർ ആ വഴി തന്നെ പോകുന്നു, അവരൊന്നും കോഴ്സുകൾ തുടങ്ങുകയോ ബാക്കിയുള്ളവരെ മെൻറ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അവർ ആ വഴി തന്നെ പോയി ഡൈവേഴ്സിഫൈ ചെയ്യുന്നു, സ്കെയിലപ്പ് ചെയ്യുന്നു, കയറി പോകുന്നു. പക്ഷേ താങ്കൾ ഒരു ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പല ബ്രാഞ്ചുകളായിട്ട് നിങ്ങളിപ്പോൾ തുടങ്ങിയിരിക്കുക. അതെന്തിനാ? ലൈക്ക് അത്രയും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ എന്ന് പറയുമ്പോൾ താങ്കളുമായിട്ട് വളരെ വ്യത്യാസമായി നിൽക്കുന്ന ഒരു തോന്നലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതും അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, വരുന്നവർക്ക് എന്താ കിട്ടുക? ഞാൻ ട്രേഡ് മാർക്സ് അക്കാഡമി 2021 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രേഡിംഗ് കമ്പനി എന്നായിരുന്നു, ചുമ്മാ സ്റ്റാർട്ട് ചെയ്താൽ. എൻ്റെ ഈ ഫ്രണ്ട്സ് തന്നെ ഫസ്റ്റ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നീ ഇതിൻ്റെ പുറകെ പോകാതെ, നീ എഞ്ചിനീയർ പഠിച്ചാൽ നീ വേറെ ജോബിനെല്ലാം പോകണം, നീ ഇതേന്ന് പറഞ്ഞിരിക്കാമെന്നൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഈ ഫ്രണ്ട്സ് തന്നെ 2021 ആയപ്പോഴത്തേക്ക് നവംബർ 18 ഞാൻ എക്സാക്ട്ലി അവർക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു ബാച്ച് തുടങ്ങി, ഒരു 5 ഫ്രണ്ട്സിന് വേണ്ടി മാത്രം. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് ലൈക്ക് നീ പഠിപ്പിക്കുന്നത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, എന്നെനിക്ക് എന്തുകൊണ്ട് ഇത് ഇച്ചിരി ഇതാക്കിക്കൂടാ എന്നുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, അല്ലാതെ ഞാൻ ഇതിലേക്ക് വരണം എന്നൊരു ഇതല്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത്, എനിക്കൊരു കമ്മ്യൂണിറ്റി വേണം. ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതൊക്കെ ഇച്ചിരി ഇതാണ്. കാരണം ഇത്രയും സ്റ്റോക്സ് ഉണ്ട്, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് കാരണം കേരളത്തിൽ അത്ര നല്ല കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല. എനിക്കൊരു 10 പേരെങ്കിലും എൻ്റെ കൂടെ വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഇതായിരുന്നു എൻ്റെ മോട്ടീവ് വന്നത്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം, ലെറ്റ്സ് ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് ഫ്ലോർ, 100+ ട്രേഡേഴ്സിന് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആണ് ഞാൻ അന്ന് ആഗ്രഹിച്ചത്. ഇന്ന് 2026 ജനുവരിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. ഓ യാ, വെറുതെ മനസ്സിൽ വിചാരിച്ച് നിർത്തുമല്ല ചെയ്യുന്നത്. എൻ്റെ അന്ന് തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. ബട്ട് ഇതൊരു മിനി മൈൽ സ്റ്റോൺ ആണ്. ആക്ച്വൽ മൈൽ സ്റ്റോൺ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെക്കാത്തലോൺ ഉണ്ടല്ലോ, അതുപോലത്തെ ഭയങ്കര വലിയൊരു സ്പേസ്, ഫുള്ളി ആ ഒരു റഗഡ് ലുക്ക് ആയിരിക്കും, ഫുള്ളി ട്രേഡേഴ്സ് മാത്രം. സ്വിങ്, ഇൻട്രാഡേ, സ്കാൽപേസ്, ക്രിപ്റ്റോ, ഫോറെക്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാത്രം, വേറെ ഒന്നുമില്ല. അവിടെ തന്നെ കുറച്ച് ഈ ഡെക്കാത്തലോണ്ടൊക്കെ നമുക്ക് പുറത്ത് കളിക്കാനായിട്ടുള്ളൊക്കെ കോട്ടൊക്കെ ഉണ്ടല്ലോ, ഈ സ്പേസ് കാണും. ഞാൻ ഇച്ചിരി പച്ചപ്പ് അങ്ങനെയൊക്കെയുള്ള ഗൂഗിളിന്റെ ഓഫീസൊക്കെ പോലെ ഡെക്കാത്തലോണിന്റെ റെക്കഗ്നസും മറ്റവരുടെ അസുഖങ്ങളും ആ ഒരു സാധനം വേണം. കാരണം ട്രേഡേഴ്സിന് അതാ വേണ്ടത്. ടോട്ടലി ഫ്രീ ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റണം. ഗെയിമിംഗ് ഏരിയ, ദെൻ ഇച്ചിരി പച്ചപ്പൊക്കെ ആയിട്ട്, ഇച്ചിരി പീസ് ഹരിതാപമൊക്കെ ഉള്ളൊരു സ്ഥലം ആക്കി, അങ്ങനൊരു സ്ഥലമാണ് എൻ്റെ ആക്ച്വൽ ഡ്രീം. മൈറ്റ് ബി ബൈ 2028 ഇല്ല 2029 we will do it. താങ്കൾ ഒരുവിധം അച്ചീവ് ചെയ്യുന്നുണ്ട്, ഒരുവിധമല്ല എല്ലാ മൈൽ സ്റ്റോണിലോട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കോഴ്സിന് വന്നു എന്ന് വിചാരിക്കാം, എന്താണ് നമ്മൾ കോളേജിലാണെങ്കിൽ BCom പഠിക്കുന്നുണ്ട്, MCom പഠിക്കുന്നുണ്ട്, CA പഠിക്കുന്നുണ്ട്, കമ്പനി സെക്രട്ടറി ആവുന്നുണ്ട്, പല പല സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ് മാക്സിൽ എന്താ സ്പെഷ്യലായിട്ട് ഒരാളെ ഫിനാൻഷ്യലി എങ്ങനെയാണ് ബോധവൽക്കരിക്കുന്നത്, ഒരാൾക്ക് എന്താ കിട്ടുന്നത്? എല്ലാവരും ഫൈനാൻസ് എന്ന് പറയുമ്പോൾ പേടിക്കുകയോ ചെയ്യുന്നത്. പേടി അവിടെ മാത്രമല്ല, സ്വന്തമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമോ എത്ര രൂപ സ്പെൻഡ് ചെയ്തെന്ന്? ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ്, റിഗ്രറ്റ് അടിക്കും. ചെയ്യത്തില്ല, കാരണം നമുക്കറിയാം നമ്മൾ റിഗ്രറ്റ് അടിക്കുന്നൊരു സംഭവമായിരിക്കും, ഏറ്റവും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതെന്താ, നമ്മൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം എന്താ ഇത് ഭയങ്കര പാടാണ് എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് പലർക്കും. ട്രേഡ് മാക്സ് ചെയ്യുന്നത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ട്രേഡിംഗ് ഇല്ല ഇൻവെസ്റ്റിംഗ് എന്നൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഠിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മളുടെ കുറച്ചധികം ആഡോൺസിൽ എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഒന്നും അറിയാത്ത ഒരാൾ വന്നു, നമുക്ക് അങ്ങനെയുള്ളവരെ വേണ്ടത്. ഇവൻ എന്തെങ്കിലും അറിയാവുന്നവർ വരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയും, നിങ്ങൾക്ക് എന്തറിയാമോ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറയും. കാരണം മുറിവൈദ്യൻ ആളെ കൊല്ലുമല്ലോ. ഇതാണ് സംഭവിക്കുന്നത് പലപ്പോഴും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന സെഗ്മെൻറ്റിൽ നടക്കുന്ന കാര്യം ഇത് തന്നെയാണ്. മുറിവൈദ്യന്മാരാണ് കൂടുതലും. അവരെന്നിട്ട് നേരെ വന്നിട്ട് അങ്ങ് ചെയ്യും, ട്രേഡ് ചെയ്യും. എന്നാൽ എവിടെന്നെങ്കിലും ഇച്ചിരി നോളജ് കിട്ടി, എവിടെന്നെങ്കിലും ഇച്ചിരി കാര്യങ്ങൾ കിട്ടി, എന്നിട്ട് അത് നേരെ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പഠിക്കാനും തയ്യാറല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, നേരെ ലോസിൽ പോകുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് പൈസ പോയി എന്നൊരു ഇത് വരുന്നു. ഈവൻ ഈ പറയുന്ന 90% ഡേറ്റ ഉണ്ടല്ലോ ലോസ് ചെയ്യുന്നു എന്നുള്ളതിൽ, ഈ 90%-നകത്ത് 10,000 രൂപ ക്യാപിറ്റൽ ഉള്ളവരാണ് കൂടുതലും ലോസ് വന്നിട്ടുള്ളത്. ഇല്ല, ലെസ് ദാൻ 50,000 ക്യാപ്പ് ഉള്ളവരാണ് ലോസ് വരുത്തുന്നത്. അല്ലാതെ അത്യാവശ്യം നല്ല ക്യാപ്പ് ഉള്ളവരാരും ലോസ് വരുത്തുന്നില്ല. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാം, ഒരു 1,000 രൂപ ഇട്ടിട്ട് 2,000 ഉണ്ടാക്കണം, 10,000 രൂപ ഇട്ടിട്ട് ഇവർക്ക് 10,000 രൂപ ഉണ്ടാക്കണം. ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്.
നിങ്ങളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മാസം നിങ്ങൾക്കൊരു 300 രൂപ ഇല്ല ഒരു 500 രൂപ കിട്ടും. 3-5%. ഇതാണ് റിയാലിറ്റി. അല്ലാതെ ഡബിൾ ആകാനോ ത്രിബിൾ ആകാനോ ഒന്നുമില്ല, പറ്റത്തില്ല. ഞാനൊരു മാസം ട്രേഡ് ചെയ്യുകയാണ്, എനിക്ക് 3% കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. 5% കിട്ടി എനിക്ക് ബമ്പർ ലോട്ടറി അടിച്ച ഫീലാണ്. പക്ഷെ താങ്കൾ ഇടുന്നത് 10,000 രൂപ അല്ലല്ലോ. ഞാൻ 10,000 തൊട്ട് തുടങ്ങിയ ഒരാളാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ 10,000 പോലും ഇല്ലായിരുന്നു, ജസ്റ്റ് 500 റുപ്പീസ് ഇട്ടിട്ട് ടാറ്റ മോട്ടേഴ്സാണ് ഞാൻ ഫസ്റ്റ് ട്രേഡ് ചെയ്തത് തന്നെ 2016-17 സമയങ്ങളിൽ. ഇപ്പം ട്രേഡ് ചെയ്ത് തുടങ്ങി, ട്രേഡർ ആവുന്നു. ആദ്യം നമ്മൾ കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ അരുണിനെ പോലെ കടന്നു വരുന്നു, അതെ, കുറച്ച് പൈസ പോകുന്നു. 3-4 വർഷം എടുക്കും അതെ. എപ്പോഴാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അറിവിലേക്ക് നമ്മൾ ചെയ്ത് പഠിക്കുകയാണല്ലോ. അതെ അതെ. അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ എത്ര വർഷം എടുക്കും ഒരു ട്രേഡിങ്ങിലൊന്ന് നിലയുറപ്പിക്കാൻ? ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് അല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് ഞാൻ പറയും. 99.9% പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ്, ഇല്ലേ 99% മൈൻഡ് സെറ്റാണ്. ലൈക്ക് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഫോക്കസ്, ലൈക്ക് നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ, എന്തോ വലിയൊരു സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ ആ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനായി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതായിരുന്നു എൻ്റെ ചിന്താഗതി. എല്ലാവരുടെയും ചിന്താഗതി അത് തന്നെ. അങ്ങനെയല്ല കാര്യം. സെയിം സ്ട്രാറ്റജി എല്ലാവരും ഡിപ്ലോയ് ചെയ്താലേ ലോസസ് ഉണ്ടാകും. പല റിസൾട്ടായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ്? ഇമോഷൻസാണ്. ചിലർ പിടിച്ചിരിക്കും, എനിക്കൊരു 1000 രൂപ മതി എന്ന് പിടിക്കാൻ ചിലപ്പോൾ ആളെ ഇറങ്ങും. ചിലപ്പം ഇപ്പോൾ ഒരു റൂമിൽ നമ്മൾ 100 പേരുണ്ടെന്ന് വിചാരിക്കുക, 100 പേർക്ക് സെയിം സ്റ്റോക്കിൽ അവർ ട്രേഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. സെയിം സ്ട്രാറ്റജി, എല്ലാം സെയിം ക്യാപിറ്റൽ. അത് ചിലർ 1000 രൂപയാകുമ്പോൾ ഇറങ്ങും, ചിലർ 2000 രൂപയാകുമ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ ഇറങ്ങും. ചിലവരെന്താ 2000 മതി എന്നൊക്കെ വെച്ച് മനസ്സിലിരിക്കും, പക്ഷേ 2000 ആകുമ്പോഴത്തേക്ക് അവർ ഇച്ചിരി കൂടെ കിട്ടിയാലോ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? മൊത്തം അടിച്ചങ്ങ് പോകും. ചിലപ്പം ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിരിക്കും, ഇനി ഇച്ചിരി കൂടെ കയറാം, ഇല്ല എനിക്ക് ഇച്ചിരി ലോസ് ഉണ്ടായി കാണും, എനിക്ക് ഈ ലോസ് ഒറ്റ ട്രേഡിൽ കവർ ചെയ്യണമെന്ന് വെച്ചിട്ട് മൊത്തം ക്യാപിറ്റൽ അങ്ങ് ഡിപ്ലോയ് അടിച്ചു പോകും, ആ ഷോട്ടായി പോകും. ഇതൊക്കെയാണ് ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് നല്ല സമയമെടുക്കും. നല്ല റിസൾട്ട് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോസസ്സിലൂടെ നമ്മളുടെ ഇമോഷൻസിനെയാണ് ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങിയത്. ആക്ച്വലി പേഷ്യൻസ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ബുക്സ് വായിക്കുക എന്നുള്ളത്. ഞാൻ അതിനെ ഡിസിപ്ലിൻഡ് ആക്കി. ഞാൻ രാവിലെ 5 മണിക്ക് എണ്ണീറ്റ്, അപ്പോൾ ഉറക്കം വരും. ശരിയാ, രാവിലെ എണ്ണീക്കുമ്പോൾ നമുക്ക് ബുക്ക് പിടിച്ചിരിക്കുമ്പോൾ ഉറക്കം വരുമല്ലോ. എന്നോട് റീസെൻ്റ്ലി നമ്മളുടെ സെയിൽസ് മാനേജറായിട്ടുള്ള കാർലോസ് എന്ന് പറഞ്ഞ ആളുക, അല്ലെങ്കിൽ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ ഉറങ്ങാനാണ് ബുക്ക് എടുക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര മണിക്കാണ് ബുക്ക് വായിക്കാൻ എടുക്കുന്നത്? സാർ ഒരു 11 മണിക്കാവുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറഞ്ഞു, ഒരു 10 മണിയാകുമ്പോൾ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങാൻ പറഞ്ഞു. അന്ന് ബുക്ക് എടുത്തുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഉറക്കം വരുന്നത്, ക്ഷീണമുണ്ട്, 11 മണിയായി, നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. ഈ 3 റീസൺസ് ആണ് നമ്മൾ ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞു 10 മണിയാകുമ്പോൾ ചെയ്യും, 10 മണിയാകുമ്പോൾ ഉറങ്ങണം, 9 മണിയാകുമ്പോൾ ചെയ്യും, വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് വർക്കൗട്ട് ആവുന്നത് അതങ്ങ് ചെയ്യാൻ പറഞ്ഞു സംഭവം. സോ ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരണം, നമ്മളുടെ ഡിസിപ്ലിൻ കൊണ്ടുവരിക, പേഷ്യൻസ്, നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷനിലോട്ട് വന്നു. ഇങ്ങനെ ഓരോ പാത്ത് ഞാൻ ചെയ്തു. എൻ്റെ മോട്ടീവ് എന്താ, എൻ്റെ ഇമോഷൻസിനെ എനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗ്രീഡ് ആകാതിരിക്കുക, പേടിക്കാതിരിക്കുക. ഈവൻ ഞാൻ ഇത്രയും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലേ എന്നെ ട്രേഡിങ്ങിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ കോൺഫിഡൻസാണ്, എൻ്റെ ഫിയർ ഇല്ല, എനിക്ക് ഗ്രീഡില്ല, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡാണ്, ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഫോക്കസ്ഡ്, അല്ലാതെ കിട്ടുന്ന പൈസയിലല്ല. ഞാൻ ഹാപ്പി ആവുന്നത് ഞാൻ വിചാരിച്ച മൈൽ സ്റ്റോൺ സക്സസ് ആകുമ്പോഴാണ്. ലൈക്ക് അതിനുവേണ്ടി ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്ക് കിട്ടുന്ന പൈസ ആകുമ്പോൾ ലൈക്ക് എന്താ കുറേ പൈസ കിട്ടി, ഞാൻ സക്സസ് ആയെന്ന് വെച്ചാൽ നിർത്തത്തില്ല, അടുത്തെന്ത് ചെയ്യുക. ലൈക്ക് 10x റൂൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, സൂപ്പർ ബുക്കാണ്. അതിൽ ചേഞ്ച് വന്നത് ലൈക്ക് സക്സസ് എന്താണ് എന്ന് നമുക്ക് പലരും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ എനിക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഓക്സിജൻ പോലെ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു തവണ ശ്വസിച്ചു, അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരെണ്ണം കിട്ടിയില്ല, നമ്മൾ സഫോക്കേറ്റ് ചെയ്യും, റൈറ്റ്. സോ ഒരെണ്ണം എനിക്ക് അച്ചീവ് ആയിട്ടാണ് ഞാൻ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ഈ ഒരു സംഭവത്തിൽ അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയി പൊക്കോണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആകാത്തത്. എൻ്റെ ബ്രദർ എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, മനസ്സിലാക്കിയെടുത്തോളം അരുണിൻ്റെ അങ്ങനെ ഒരു വേർഡ് ലൈഫുമായിട്ട് ചേർന്ന് വരണമെങ്കിൽ പറ്റത്തില്ലായിരുന്നു. കാരണം ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത സ്വപ്നം താങ്കൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു ചെയ്തു. 100 എന്നുള്ള ടാർഗറ്റിൽ എത്തണതിന് മുന്നേ 1000 ഇട്ട് കഴിഞ്ഞു. അതെ, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് 2030 ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എത്ര കമ്പനികൾ അത് ഏതൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇഷ്ടംപോലെ എക്സൽ, എൻ്റെ സിസ്റ്റമൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഫുൾ എക്സൽസ്, എൻ്റെ റൂമൊക്കെ ഫുൾ പേപ്പേഴ്സ്. എനിക്കിങ്ങനെ പേപ്പർ എടുത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. പ്ലാൻ വന്നു കഴിഞ്ഞാൽ എഴുതും. എൻ്റെ ബെഡിൻ്റെ അടുത്ത് എപ്പോഴും ഒരു ബുക്കും പേനയും കാണും. കാരണം രാത്രി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ചാടി എണ്ണീറ്റ് ഞാൻ എഴുതും. സ്വപ്നത്തിൽ എന്തൊരു ഐഡിയാസ് വരും. അത്രയ്ക്ക് ഒബ്സസ്ഡ് ഞാൻ. വേറെ പറഞ്ഞിട്ടുണ്ട്, രാത്രി എഴുന്നേറ്റിട്ട് ഫോണിൽ നോട്ടൊക്കെ എഴുതി വെക്കുന്നു ചോദിച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ മറന്നു വരുന്നില്ല. അതുള്ളതാ, ഐഡിയാസ് പെട്ടെന്നായിരിക്കും വരുന്നത്. ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല, കാരണം നൈറ്റ് ലൈക്ക് ഞാൻ മെൻറ്റർഷിപ്പ് എടുത്ത സമയത്ത് ഗ്രാൻഡ് ഗാർഡൻ്റെ ആണെന്ന് തോന്നുന്നു, എടുത്ത സമയത്ത് പുള്ളി പറഞ്ഞ അവരുടെ മെയിൻ കാര്യമാണ് രാവിലെ ഫസ്റ്റ് 2 hours നമ്മൾ
ഫോണോ ഒരു ഡിവൈസസും യൂസ് ചെയ്യരുത്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം നമ്മൾ എണ്ണീറ്റിട്ടുള്ള ഫസ്റ്റ് 60 മിനിറ്റ്സ് ആണ്, 45 to 60 മിനിറ്റ്സ് ആണ്. ആ സമയത്ത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതായിരിക്കും അന്നത്തെ ദിവസം ഫുള്ള്. സോ ഞാൻ യെസ് എടുത്തു ചേഞ്ച് ചെയ്തിരിക്കുന്നു. നാളെ ഫസ്റ്റ് 60 മിനിറ്റ്സ് തൊടൂല ഞാൻ അലാം ഓഫ് ചെയ്തു. അപ്പൊ അലാം എങ്ങനെയാ വെക്കുന്നത്? ഞാൻ മറ്റേ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാത്ത അലാം ഉണ്ട്, അറിയാതെ പോലും. അപ്പൊ സോ ഫോഴ്സ്ഫുള്ളി ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി വെച്ചാൽ മതി. എത്ര കാലം കൊണ്ട് അത് ഫോഴ്സ്ഫുള്ളി അല്ലാതായി മാറി? ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് പാടായിരുന്നു. ആ സമയത്താണ് ജയ് ഷെട്ടിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിത് കാണുന്നത്, ഡിസ്ട്രാക്ഷനെ നമ്മൾ എങ്ങനെ കാണാമെന്നുള്ളത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഫോൺ അവിടെ റിങ് ചെയ്തു, നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ അയ്യോ ആരാ വിളിച്ചത്, എനിക്ക് അർജൻറ്റായിട്ടുള്ളതാണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മളെന്താ, നമ്മൾ ഇവിടുത്തെ ഫോക്കസും പോയി, നമ്മൾ അതും ചെയ്യുന്നില്ല എന്നതാണ്. പക്ഷേ മറിച്ച് ഫോൺ റിങ് ചെയ്തു, നേരെ പോയി എടുത്തു, നോക്കി, സൈലൻറ്റിലിട്ടു, വെച്ചു, കഴിഞ്ഞു, വന്നു, എന്താ അവസ്ഥ? പിന്നെ അത് റിങ് ചെയ്യത്തില്ല. മറ്റേ ഇല്ല, പിന്നെ ഇടയ്ക്ക് ബീപ്പ് സൗണ്ട് അടിക്കുമ്പോൾ നമ്മൾ അയ്യോ മെസ്സേജ് വരുന്നുണ്ട്, ആരോ അയച്ചിട്ടുണ്ട്, എന്താ നോക്കണം, ഈ സംഭവം വരും. ആക്ച്വലി അസ്വസ്ഥതയാണ്. സോ ഡിസ്ട്രാക്ഷനെ നെഗറ്റീവായിട്ട് കാണാതെ അതിനെ പോസിറ്റീവായിട്ട് കാണുക. ആൻഡ് ലേറ്റർ ഒരു വട്ടം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് ആ സെയിം സംഭവം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാനവിടെ ക്ലോസ് ചെയ്തു, ഞാൻ ആ ഫോൺ പോയി സൈലൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞ്, പിന്നെ എനിക്ക് എന്നെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. ആ 2 hours എനിക്ക് ഫോക്കസ്ഡ് ആകാൻ പറ്റും. ഈസി. വളരെ വളരെ ശരിയാണ്. ബുദ്ധിമുട്ടാണെങ്കിലും അതെ, വളരെ വളരെ ശരിയാണ്. ഇനിയിപ്പം ഒരു റിസ്ക് എടുക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്ന സമയത്ത് റൈറ്റ് ടൈം ഉണ്ടോ റിസ്ക് എടുക്കാൻ? അതായത് താങ്കളൊരു ബിസിനസ്സുകാരനാണ്, പല ബിസിനസ്സുകളുടെ ഉടമയാണ്. റൈറ്റ് ടൈം ഫോർ റിസ്ക് ഏതാ? റൈറ്റ് ടൈം ഇപ്പോഴാണ്. ഇപ്പം ഈ സെക്കൻഡ് നമുക്കൊരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോയി ചെയ്യണം. ഞാൻ ഭയങ്കരമായിട്ട് ആക്ഷൻ ടേക്കറാണ്, ലൈക്ക് വിറ്റമിൻ എ എന്നൊക്കെ പറയും, ലൈക്ക് ആക്ഷൻ. പക്ഷേ യു തിങ്ക് യു ബീയിങ് സിംഗിൾ അത് മറ്റുള്ളവരെക്കാളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താങ്കളെ? ഭയങ്കരമായിട്ട്. കാരണം അതിൽ എൻ്റെ വീട്ടുകാരെ, എൻ്റെ ബ്രദറിനെയും എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ ശരിക്കും താങ്ക് ചെയ്യണം. കാരണം അവരെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ലൈക്ക് ഓക്കെ ഇവൻ ബിസിയാണ്, സംഭവം ഇതിലാണ് എന്നുള്ളത്. പക്ഷേ ഡീപ്പ് ഡൗൺ ഇൻ മൈ ഹെഡ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരോട് വിളിക്കാൻ പറ്റത്തില്ല, വീട്ടുകാർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, ബ്രദറിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവർ പല സ്ഥലങ്ങളിലും പോകുന്നു. ഈവൻ അവരുടെ കല്യാണത്തിന് പോലും പലപ്പോഴും എനിക്ക് മിസ്സാകാറുണ്ട്. ബട്ട് എനിക്കിവിടെ ഫീഡ് ചെയ്യേണ്ട എൻ്റെ 200+ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. എനിക്ക് അവരെ നോക്കണം. ഇവിടെ ഞാനെന്ന വ്യക്തിയുടെ ഒരാളുടെ ഫീലിങ്സോ എൻ്റെ ഇത്രയും സ്റ്റാഫുകളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവരുടെ നോക്കിയാൽ പറ്റത്തുള്ളൂ. സോ ഞാനിപ്പം സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഞാൻ സസ്റ്റെയിൻ ചെയ്യുന്നത്. എന്നാണോ എൻ്റെ ബിസിനസ്സുകളെല്ലാം ഞാനില്ലാതെ വർക്ക് ചെയ്യുന്നത്, തന്നെ ബീഫ്, അതാണ് എൻ്റെ ഫ്രീഡം. അപ്പോൾ താങ്കൾക്ക് ഈ നാട്ടിലെ CCTV അമ്മച്ചിമാരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ, കാരണം ഒരു സ്ഥലത്ത് പോണില്ലല്ലോ. ഇല്ല, അരുൺ എല്ലാം സെറ്റായി, 20 വയസ്സൊക്കെ ആയി, ഒരു കല്യാണം കഴിക്കാൻ പ്രായം എന്നുള്ളത് നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു. ചോദ്യമൊന്നും ഇല്ല. അല്ല, ആരെയും കാണുന്നില്ല സീരിയസ്. ഞാൻ ഈവൻ എൻ്റെ പേഴ്സണൽ മാനേജറോട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ്, എടാ വീട്ടിൽ എന്തെങ്കിലും ഇച്ചിരി കിളിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു നോക്കും, ഞാൻ വേറെ മനുഷ്യരെ കാണുന്നില്ല, ഞാൻ ഓഫീസ് വീട് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെങ്കിലും ചെയ്യാൻ പറഞ്ഞ് വീക്ക് ഡേയ്സിൽ. പിന്നെ പറഞ്ഞ അവധി എടുക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റും. അതെൻ്റെ ഒരു ഫ്രീഡം ഞാൻ അച്ചീവ് ചെയ്തതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതും ഞാൻ എനിക്ക് കൊടുക്കുന്ന സെൽഫ് ഇമ്പോസ്ഡ് പ്രഷറാണ്. ലൈക്ക് എനിക്കത് ചെയ്യണം, ഇത് വേണം എന്നുള്ളൊരു കാര്യത്തിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് ഞാനത് റിലേറ്റ് ചെയ്തത്. എൻ്റെ മാൻ്റെ പറഞ്ഞ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഞാൻ വേറെ മനുഷ്യരെ കാണുന്നില്ല, നേരെ ക്യാബിൻ അടച്ചിരിക്കുക, പിന്നെ തിരിച്ച് എൻ്റെ ഇതിലോട്ട് നായ്ക്കുട്ടികളുള്ളത് നന്നായി. അതെ, അവരുമായിട്ടൊരു ടൈം സ്പെൻഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, അതല്ലാണ്ടില്ല. അത് തന്നെ എനിക്ക് വലിയ നല്ല സമയം പോകുന്നുണ്ട്. നല്ല രീതിയിലാണ് അവർ എന്നെ ഇട്ട് ഇങ്ങനെ മലത്തി കളയവർ 3 എണ്ണം കൂടെ. നന്നായി. എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ ഒരു മനുഷ്യന് വേണമല്ലോ. അപ്പം ഈ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ഒരാൾ ഓരോ ദിവസവും പുതിയ സ്വപ്നങ്ങളാണല്ലോ കാണുന്നത്. അപ്പം ഒരു സമയം വരെ ഫെയിൽഡ് ബിസിനസ്സുകളുണ്ട്, അതിൽ നിന്ന് താങ്കൾ ഫിനാൻസിലേക്ക് വരുന്നു, പിന്നീട് നിങ്ങൾ സക്സസ്ഫുൾ ബിസിനസ്സുകളാണ് ചെയ്യുന്നത്. പക്ഷേ സക്സസ്ഫുൾ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് ഒരു ബിസിനസ്സും പിന്നെ ഫെയിൽ ചെയ്തിട്ടില്ല. ഇഷ്ടംപോലെ. ഒരു 6 മാസം മുമ്പ് ഇവിടെ MG റോഡിൽ ഞാനൊരു കഫേ തുടങ്ങിയിട്ടുണ്ട്, അന്ന് പൊട്ടിപ്പോയി. അതും എൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ സക്സസ്ഫുൾ ആയെന്ന് വെച്ച് പിന്നെ ഇതായി പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം നമ്മളിത് പുതിയൊരു നെക്സ്റ്റ് മന്ത് ഫെബിൽ ഹോപ്പ്ഫുള്ളി നമ്മുടെ പുതിയ 3 കമ്പനീസ് ലോഞ്ച് ആവും. അതിൽ ഒരെണ്ണമായിരിക്കും സക്സസ് ആകുന്നത്, ചിലപ്പോൾ 2 സക്സസ് ആയി പോകും. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ എനിക്ക് ആ 3 സക്സസ് ആവും തന്നെ എൻ്റെ കോൺഫിഡൻസ് ആ വർക്കിംഗ് ഓൺ ഇറ്റ്. അത് പൊട്ടാനായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ബട്ട് എന്നാൽ സ്റ്റിൽ ഇപ്പോഴും പൊട്ടിപ്പോകും. ഇറ്റ്സ് ഓക്കെ, പോയാലെന്താ, അത് ഓക്കെ ഫൈൻ. അടുത്തോടെ ഞാൻ ഞാൻ വിട്ടിട്ടില്ല. ഫുഡ് ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ എന്തായാലും ഇറങ്ങും. ബൈ 2027 ഇല്ല 28 ഞാൻ ഇറങ്ങിയിരിക്കും ഫുഡ് ഇൻഡസ്ട്രിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ അത് ചെയ്തതായിരുന്നു. അവിടെ പഠിച്ചു അതിന്ന്. അങ്ങനെ എല്ലാ വീഴ്ചയും ഓരോ പഠനം. അതെ തീർച്ചയായിട്ടും. ഞങ്ങൾ ഈവൻ പ്രൊഡക്ഷനിലോട്ട് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഇതായിട്ട് നടികത്തിലം, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ആൻഡ് ലാസ്റ്റ് ചെയ്ത് അതായിരുന്നു, നടികത്തിലത്തിൻ്റെ ആയിരുന്നു. ഇനി ഷോർട്ട് ഫിലിംസ് നമ്മൾ സ്പോൺസർ ചെയ്യാൻ പോവുക, പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ലേറ്റർ പയ്യെ ഫിലിമിലോട്ട് എത്തണമെന്നുണ്ട്. അത് വേറൊരു ഫീൽഡാണ്. പക്ഷേ താങ്കൾക്ക് കാണാൻ സമയം കിട്ടില്ല. ഞാൻ ഇഷ്ടംപോലെ ഫിലിംസ് ആണ്.
ഇതിൻ്റെ ഇടയിലും ഇഷ്ടം പോലെ ഫിലിംസാണ്. എങ്ങനെ കാരണം എൻ്റെ റിലാക്സേഷൻ എന്നൊരു സമയം എൻ്റെ മൈൻഡ് സെറ്റ് ഒന്നും ഇതാകുന്നില്ല. ഞാൻ ടോട്ടലി എൻ്റെ ഒരു ഇതെന്ന ടൈം ഞാൻ കൊടുക്കുന്നത് ഫിലിമിന് വേണ്ടി മാത്രമാണ്. ആ സമയത്ത് അത് ഫുൾ കോൺസെൻട്രേഷനോടെ കാണാൻ പറ്റാറുണ്ടോ? പറ്റും. കാരണം എനിക്ക് അവിടെയാണ് ഒരു ഏറെ ചിലപ്പോഴേ നമ്മൾ വർക്കിലായിരിക്കും ഫുൾ ടൈം ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് മാറാനായിട്ട് ഞാൻ ഫിലിമിന് പോകുന്നത്. അപ്പോൾ ഞാൻ പോലെ ലൈക്ക് അല്ലെങ്കിൽ അമ്മല ബാബ പടത്തിന് പോകാം എന്നൊരു സംഭവത്തിൽ ഒരു ഒരെണ്ണത്തിൽ നിന്ന് എനിക്ക് അടുത്തിലോട്ട് ഷിഫ്റ്റ് ആകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പോകും. പിന്നെ ഫിലിംസ് ഉണ്ട്, ഞാൻ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കും, ഫിലിംസ് ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യും. ഈ 3 എണ്ണം ഇതിനിടയിൽ ഇതെല്ലാം സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ്സ് ദാറ്റ്സ് ഫുള്ളി മൈൻഡ്. ലൈക്ക് എനിക്ക് എന്താണോ ഇത് ചെയ്യേണ്ടത് ട്രാവൽ ചെയ്യും. ഞാൻ അതും ഒറ്റയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ മാനേജേഴ്സിനെ കൊണ്ടുപോകും. അത് ലൈക്ക് ഇച്ചിരി കോമഡിയാണ്. അവർ പാവങ്ങൾ, ശരിക്കും പാവങ്ങളാണ്, സമ്മതിക്കണം. ഞാൻ പറയും കയറി ഇപ്പോൾ വരാമെന്ന് പറയും. അപ്പോൾ ഇവർ കണ്ണുറക്കുമ്പോൾ ചിലപ്പോൾ തമിഴും കന്നഡയൊക്കെ ആയിരിക്കും കാണുന്നത്. വണ്ടി അവിടെ എത്തിക്കാണും. താങ്കളെ പോലെ തന്നെ കുടുംബമില്ലാത്തവരാണോ? കണ്ടുപിടിച്ചതായിരിക്കും. കാരണം വീട്ടിൽ ഭാര്യയും കുട്ടിയുള്ളവർക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര നല്ലതാ, സെലക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. ഇനി ഒരു ഇൻവെസ്റ്ററോട് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് ക്രിപ്റ്റോ. ഇത് തുടങ്ങിയ സമയം തൊട്ട് ക്രിപ്റ്റോ, ബ്ലോക്ക് ചെയിൻ ഇതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്കെപ്പോഴും ജിബ്ബറിഷ് പോലെയും മനസ്സിലാവില്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ക്രിപ്റ്റോ പറ്റിപ്പാണ് ആദ്യം തൊട്ട് പറയുന്നതാണ്. പിന്നീട് പറഞ്ഞു അയ്യോ ക്രിപ്റ്റോയിൽ പൈസ ഇല്ലേ, പിന്നെ എന്നാ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, എന്നാ നിങ്ങളുടെ കയ്യിലുള്ളതെന്നൊരു ചോദ്യമായി. റൈറ്റ് നൗ ഇപ്പോൾ ക്രിപ്റ്റോ എങ്ങനെയാണ്, ക്രിപ്റ്റോയുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്? എന്നെ രക്ഷിച്ചത് ക്രിപ്റ്റോ ആണ്. 2020 ഞാൻ നല്ല ലോസിൽ പോയി, അത്യാവശ്യം മൾട്ടി ലാക്സിൽ ലോസിൽ പോയി, നല്ലൊരു ലോസിൽ പോയി. ആ സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഡോഗ് ഫാം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. ദെൻ വണ്ടി കച്ചവടം ഉണ്ടായിരുന്നു, അപ്പോൾ അതും പ്രശ്നമായി. ഒരു വണ്ടി എടുത്തിട്ട് പ്രശ്നമായി പോയി, മൊത്തം ബ്ലോക്കായി പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തെല്ലാം ക്രിപ്റ്റോ. 2019 ഡിസംബർ മുതലേ ആക്ച്വലി കൊറോണ സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. നമ്മളെ മാർച്ചിലാണ് ലോക്ക്ഡൗൺ വന്നത്. പക്ഷേ ചൈനയിൽ ഇത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയത് 2019. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ സ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ലോസിൽ പോയി. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫസ്റ്റ് കൊറോണ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞ് ക്രിപ്റ്റോ BTC ഒക്കെ വെറും 4 ലക്ഷം രൂപയിലോട്ട് വന്നു. 3.5. ഞാനും എൻ്റെ ബ്രദറും ഒക്കെ അന്ന് BTC എത്തീരിയം ഒക്കെ ഇരുന്ന് ഞങ്ങൾ വാങ്ങിച്ചത് തുച്ഛമായ വിലയ്ക്ക്. ലൈക്ക് BTC ഒക്കെ 5-6 ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് 2 മാസം കൊണ്ട് അത് 18-20 ലക്ഷം രൂപയായി ഒറ്റ BTCയുടെ വാല്യൂ. സോ ഈ എത്തീരിയം ഒക്കെ 2021 വെറും 9,000 രൂപയുള്ളായിരുന്നു. ഇപ്പോൾ 2-3 ലക്ഷം രൂപേൻ്റെ വില. മേടിച്ചല്ലേ? തീർച്ചയായിട്ടും. XRP എന്നൊക്കെ പറഞ്ഞ കോയിനൊക്കെ ഞങ്ങൾ 2020 മുതലൊക്കെ വാങ്ങിച്ചു വെച്ചു. ഒട്ടും വിലയില്ലായിരുന്നു. ലൈക്ക് 30 രൂപ 40 രൂപ ഉള്ളായിരുന്നു. ലൈക്ക് ഇപ്പോൾ കാര്യം എനിക്ക് നഷ്ടം ഒരുപാട് വന്നെങ്കിലും ഞാനിവിടെ ഇത് ചെയ്തു. ഞാൻ അന്ന് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ റിസ്ക് എടുത്തു. ലൈക്ക് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ സീരിയസ്ലി ഭയങ്കര കടത്ത് നിൽക്കുക, പെട്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എന്നിട്ട് എൻ്റെ ടോയ്ലറ്റിൽ പോയി ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. എന്ത് ചെയ്യാൻ, കരഞ്ഞ് ലിറ്ററലി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒന്നേ ഞാൻ ചാകണം, ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണം. ചാകുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കത്തില്ല എന്തായാലും. കാരണം എന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര ആൾക്കാർ, അവരെ ഞാൻ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ പണിയെടുത്തു, ഉറങ്ങാതിരുന്ന് പണിയെടുത്ത്. അന്ന് എൻ്റെ ബ്രദർ, ലൈക്ക് ഞങ്ങൾ 24 hours വർക്കിംഗ്. 12 മണിക്കൂർ ഞാൻ റിസർച്ച് ചെയ്യും, 12 മണിക്കൂർ ബ്രദർ റിസർച്ച് ചെയ്യും. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ലൈക്ക് ഭയങ്കര ബുദ്ധി, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ പഠിച്ചു. ചേട്ടനൊക്കെ ക്യാറ്റൊക്കെ ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്തു. ലൈക്ക് അത്രയ്ക്ക് ഇച്ചിരി തലയുള്ള ഗവൺമെന്റ് ജോബ്സ് കുറേ എണ്ണം, ആർമി ഇതെല്ലാം ഫസ്റ്റ് തന്നെ ക്രാക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ലോക്കോ പൈലറ്റാ, ക്രാക്ക് ചെയ്ത് നേരെ കയറിയതാ. ഇച്ചിരി തലയുള്ള ഒരാളാണ്. നന്നായി, ശരിക്കും ഉപകാരം, നല്ല രീതിയിൽ ഉപകാരം. അപ്പോൾ ചേട്ടൻ്റെ ഒക്കെ ഡേറ്റ കൊടുത്ത് ചേട്ടൻ ഫുള്ളി അനലൈസ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട് ഇട്ട് തരും. എൻ്റെ ലോജിക്കൽ വേ ഓഫ് തിങ്കിങ്ങാണ്. ചേട്ടൻ ലൈക്ക് ഇൻ്റെ ഡേറ്റാ ബേസ് ഓഫ് ഫുള്ളി ചേട്ടൻ ഇട്ട് തരും. ഞങ്ങൾ 12 മണിക്കൂർ ഒരാളുടെ ഇത് അനലൈസ് ചെയ്യത്തുള്ളൂ. കാരണം ബ്രെയിൻ ഇതാകണം, ഓരോ ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ. അന്നൊക്കെ നമ്മൾ ഇതാകുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് പിന്നെയും ഇച്ചിരി കുറേ വർക്ക് ചെയ്യാൻ പറ്റും ഈ ടൈമിൽ. ബട്ട് ബ്രദർ നോക്കും, ഞങ്ങൾ നോക്കും. അങ്ങനെ വർക്ക് ചെയ്ത് ഞങ്ങളൊരു 6 മാസം. എന്നിട്ടാണ് ഞങ്ങൾ അന്ന് എൻ്റെ വണ്ടി, ലാപ്ടോപ്പ് എല്ലാം വിറ്റ് ഞാൻ കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ഞാൻ ക്രിപ്റ്റോ മേടിച്ച് ഇഷ്ടംപോലെ വെച്ചു. അന്ന് അതെനിക്ക് റിസൾട്ടായി. ആ കടവെല്ലാം തിരിച്ചു കൊടുത്തു, രക്ഷപ്പെട്ടു. കാര്യം ഞാൻ ഭൗതികമായി മേടിച്ച സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അതെ. പക്ഷെ അന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച വണ്ടിയൊക്കെ, ഒരു താറെന്നൊക്കെ ഉള്ളത്. കാരണം വീട്ടിൽ പണ്ടുതൊട്ടേ ഞാൻ ഇങ്ങനെ, വീട്ടിൽ വണ്ടിയൊന്നും ഇല്ല, പൈസ ഇല്ലല്ലോ. അപ്പം പണ്ടുതൊട്ടേ വണ്ടി വേണം എന്നുള്ളൊരു സംഭവത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്ന് താറ് കൊച്ചിലോട്ടെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തതായിരുന്നു അത്. പക്ഷെ അത് എനിക്ക് അവിടെ ഇന്ന് ആ താറ് കാരണമാണ് എനിക്കിപ്പോൾ ഞാൻ ടീമിനോട് എൻ്റെ മാനേജർ പറഞ്ഞു ആ താറ് എവിടെ ഉണ്ടെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന പ്രൈസിന് ഇല്ല, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. റീസെൻ്റ്ലി എവിടെയോ ഇവിടെ മൂന്നാർ സൈഡ് 6 രൂപയിലാണെന്ന് പറഞ്ഞു. അത് നോക്കണം, ഈസിലി കിട്ടുമല്ലോ, അവരോട് സംസാരിക്കണം, നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചിരിക്കുക.
വായിച്ച് വീട്ടിൽ കൊണ്ട് ചുമ്മാ വെക്കും. I'll offer them something that they cannot refuse. അങ്ങനെ- Give them I'll give them an offer they cannot വലിയ refuse. കോസ്റ്റ് കാണത്തില്ലല്ലോ അത്. അതെ. നമുക്ക് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നെ പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ അതിന് സാധ്യതയുണ്ട്. അതെ, അതെ, അതെ. അപ്പൊ ക്രിപ്റ്റോ പറ്റിപ്പല്ല, അതിൽ നിന്ന് ജീവിതം രക്ഷപ്പെട്ട ആളാണ് ഇരിക്കുന്നത്. And future is going to be bright. ഞാൻ ഇപ്പോഴും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ കൂടുതൽ ക്രിപ്റ്റോസിലോട്ട് ഞാൻ 4 ക്രിപ്റ്റോസിലെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. BTC, എത്തീരിയം, XRP, സൊളാനോ, BNB. ഈ 5 എണ്ണം വേണം. BNB ഇപ്പോൾ ആഡ് ചെയ്തതാണ്. ഈ 5 എണ്ണത്തിൽ ഇതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കോയിൻസ്. ഇതിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നിലും ഞാൻ ചെയ്യത്തില്ല. ഇനി കേൾക്കുന്നവരോട് നിങ്ങൾ ചെയ്യണം എന്നല്ല, ഞാൻ ഇതിലാ ചെയ്യണേ, ചെയ്യുന്നത് അതെ. വേണമെങ്കിൽ എടുത്തോ. അപ്പൊ ഞാനൊരു പുതിയ ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കാം. ഞാൻ ഈ വർഷം 3 സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ ടോപ്പ് 3 ഓർഡറിൽ എങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം? എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. XRP, എത്തീരിയം ആൻഡ് സൊളാനോ. അത് ക്രിപ്റ്റോ. പക്ഷേ ഞാൻ 3 ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 3 ഫീൽഡ് ചെയ്യാനായിട്ട് എത്ര റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടും? എനിക്ക് റിസ്ക് വിഷയമല്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, Then, ഞാൻ വെരി റിച്ച്. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരെ ക്രിപ്റ്റോയിൽ കൊണ്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ഗോൾഡിലും കൊണ്ടിടാം. സ്റ്റോക്കിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ റിസൾട്ട് തരാനായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ക്രിപ്റ്റോസ് ആൻഡ് ഇതാണ് കമ്മോഡിറ്റീസ് ആണ്. ഈ ഗോൾഡ്. പക്ഷേ എനിക്ക് 3 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 3 എണ്ണത്തിൽ ചെയ്യണം. സോ ഫസ്റ്റ് നേരെ കൊണ്ടുപോയിട്ട് ക്രിപ്റ്റോസിൽ ഇടുക. Crypto. ദെൻ സെക്കൻഡ് കമ്മോഡിറ്റീസ്, അതായത് ഗോൾഡ്, സിൽവർ പോലുള്ളത്. 3ാമത് സ്റ്റോക്കിൽ കൊണ്ടിടാം. സ്റ്റോക്ക് ഇടുക, തീരുമാനിക്കുക. എന്നിട്ട് ഞാൻ എത്ര കൊല്ലം വെയിറ്റ് ചെയ്യാം? കാര്യം പൈസ ഉണ്ടെങ്കിലും. ഓക്കെ, 5 വർഷത്തേക്ക് കാത്തിരിക്കും. 2030 വരെ തുടരുത്. ഇപ്പോൾ തുടങ്ങിയാലും 2030 വരെ ലൈക്ക് എക്സൽ. എനിക്ക് എൻ്റെ ലിസ്റ്റുകളുണ്ട് പ്രോപ്പറായിട്ട്. അതാണ് കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി എത്ര രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം? അതായത് ഒരു നല്ലൊരു എമൗണ്ട് എന്ന് പറയുക. അതായത് ഓരോരുത്തർക്കും ഓരോ സാമ്പത്തികമാണ്. എന്നാലും ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. 3 വിജാരിച്ച് ചെയ്യാൻ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ഒരു 30% മുതൽ 40% വരെ ക്രിപ്റ്റോയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് 40 അങ്ങോട്ട് ഇട്ടോ. 30% ഇല്ലെങ്കിൽ 40% അനദർ 40% ഗോൾഡില്ല, സിൽവറിൽ. അപ്പോൾ 80% കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 20% സ്റ്റോക്കിലിടാം. സ്റ്റോക്കിലിടുക. ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. ഞാൻ ഈവൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ 2024 അതുവരെ ഞാൻ ട്രേഡ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. ക്രിപ്റ്റോ നല്ല റിസ്ക് ആണ്. ഇപ്പോൾ പലരും പറയുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയും ക്രിപ്റ്റോ 2011 വെറും $45 ഉള്ളായിരുന്നു, ഇപ്പോൾ $1,20,000 ആയെന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അവിടെ പോയി കുറേ പൈസ പോയവരുണ്ട് ഇതിൽ. പക്ഷേ താങ്കൾ ആ സമയത്ത് മേടിച്ച് വെച്ചേക്കുമായിരുന്നു. ഞാൻ വാങ്ങിച്ചു. താങ്കളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. എന്നിട്ട് താങ്കൾ വെയിറ്റ് ചെയ്തു. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുവാന്നേ. ഞാൻ ഇപ്പോഴും എല്ലാവരും എന്നെ വിളിച്ചു, സാർ ഞാൻ ക്രിപ്റ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം ഇല്ല 1,20,000 ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്, അതിപ്പോൾ നേരെ ഇവിടെ 80,000 വന്ന് നിൽക്കുമോ ഇല്ല 90,000 വന്ന് നിൽക്കുമോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ഇവരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ 2025 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുന്നത് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്തിനാ P&L പോയി നോക്കുന്നുണ്ട്? 2030 വരെ ഞാൻ നോക്കുന്നത്. ലോങ് ടൈമിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങനെയാണല്ലോ മനസ്സിൽ കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത വീട് പോയി നോക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞിട്ടല്ലേ ആവശ്യമുള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ പൈസ പോയി, ഇതാ ടെൻഷൻ വരാൻ പോകുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ വേണ്ട. ഇനി എനിക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് പഠിക്കണം. ഓക്കെ, അങ്ങനെ ഒരു കോഴ്സ് ഏതാണ് താങ്കളുടെ അടുത്ത് വരാം? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അതായത് നേരെ ചാടിക്കറി കോഴ്സിലോട്ട് പോകാതെ നേരെ പോയിട്ട് യൂട്യൂബിൽ ഇതിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. വേണ്ടെന്ന് എനിക്ക് മടിയാണ്. എനിക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്തൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ട്രേഡ് മാക്സിലോട്ട് തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് കോഴ്സ് അവിടെ പഠിക്കുക? എന്താ എന്നെ പഠിപ്പിച്ചു തരിക? നമ്മളെ ബേസിക് മുതൽ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഫുൾ സ്റ്റാൻഡേർഡ് എലൈറ്റ് പ്രോഗ്രാം. ഇത് എത്ര നാളെടുക്കും? 5 years സപ്പോർട്ട് ഉണ്ട് ഇതിനകത്ത്. സപ്പോർട്ടല്ല, ഞാൻ 5 വർഷം പഠിക്കണോ? 5 വർഷം ഡെഫിനറ്റ്ലി 5 വർഷം നമ്മൾ സെൽഫായിട്ട് പഠിച്ചുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും മാർക്കിനെ പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 വർഷം പോലെയല്ല ഇപ്പോഴത്തെ മാർക്കറ്റ്. ഈ താരിഫിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഇമ്പാക്ട്. ഇപ്പോൾ തന്നെ അറിയാം, നമുക്ക് വേറെ ഫിസിക്കൽ വാർസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതൊക്കെ വരുന്നു. എന്നാൽ 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു അല്ല. സോ മാർക്കറ്റ് മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഡെയിലി അപ്ഡേറ്റ് ഉണ്ടായിരിക്കണം. കോഴ്സ് മാത്രം മതി, നമുക്ക് 2 മാസം 3 മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആവും. അതിൽ എനിക്ക് എൻ്റെ ബേസിക്സ് കിട്ടും, നല്ല രീതിയിൽ കിട്ടും. ആൻഡ് ഓൾസോ നമ്മൾ പുതിയൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ലൈക്ക് സിസ്റ്റമാറ്റിക്കലി എല്ലാവർക്കും അവരുടെ സെൽഫായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളത് ഒരു പ്രോഗ്രസ് കാർഡ് പോലെ ഇവർ ഡെയിലി ട്രേഡ്സ് അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം തന്നെ കൂടെ കാണും അതിന് വേണ്ടി. കാരണം ഞാൻ ബിൽഡ് ചെയ്യുന്നത് ട്രേഡേഴ്സിനെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു ഹബ്ബ് ഉണ്ടല്ലോ ഡെക്കാത്തലോൺ, അവിടെ ഞാൻ ഹയർ ചെയ്യാൻ പോകുന്ന ഈ 100+ ട്രേഡേഴ്സിനെ ഞാൻ ഹയർ ചെയ്യും. അവരെ ഞാൻ തന്നെ പഠിപ്പിച്ച് ഞാൻ തന്നെ ജോലി ഞാൻ ഹയർ ചെയ്ത് ഞാൻ ഫണ്ട് കൊടുക്കും അവർക്ക്. ഇത് പെർസെൻറ്റേജ് ഷെയറിങ്ങിലായിരിക്കും അത് പോകുന്നത്. സോ അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻലി ചെയ്യുന്നത്. എനിക്കതിലേക്ക് എത്തും. നല്ല ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ചു പോയി എന്ന് വിചാരിക്കാം, തുടങ്ങിയ ദിവസത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പല ബിസിനസ്സുകൾ ചെയ്തു, പലതും ചെയ്തു. തിരിച്ച് ഇത്ര വർഷം പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമോ?
ഇപ്പോഴത്തെ ആളാണ് ചിന്തിക്കുന്നതെന്ന് ആലോചിക്കണം. ഇല്ല, ഞാൻ ചെയ്തത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇത് പോയതെല്ലാം കാരണം എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയങ്ങളിൽ എനിക്ക് അലൈനായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് പോയിട്ടുള്ളത്. ഞാനൊന്നും മാറ്റാനായിട്ട് ഞാൻ പോവുകയില്ല. കാരണം ഇന്ന് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് എനിക്കൊരു സന്തോഷമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഇനിയും ആകേണ്ടത് എന്താണെന്നും എനിക്കറിയാം. അതിൽ ഞാൻ ഇനിയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇനിയും ബാക്കിലോട്ട് പോയി എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയില്ല, ചിലപ്പോൾ മാറിപ്പോയാലോ. അതെ അതെ, ഇതൊന്നും ആയിരിക്കില്ല. അന്ന് ഞാൻ UK പോയിരുന്നതിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? സത്യം, ഇപ്പോഴും അവിടെ പണിയെടുത്തോണ്ടിരുന്നേ. 2021 ഞാൻ പോകുന്നത്. എന്തായിരിക്കും അവസ്ഥ? 26 ആയിട്ടുള്ളൂ. ദാരിദ്ര്യം വരുന്നതിന് അതിൻ്റെ ഇടയിൽ ഇന്ത്യ മിസ്സിങ്, കല്യാണം എല്ലാം വരും. പല പ്രശ്നങ്ങളാണല്ലോ. ഈ അരുൺ ആയിരിക്കത്തില്ല, ട്രെയിൻ മാക്സ് ഒന്നും അല്ല. അല്ലല്ലോ, ട്രെയിൻ മാക്സ് കാണത്തില്ല, അതില്ലല്ലോ. ഇനി ഒരുപാട് പേര് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ ഡിസിപ്ലിൻ ഭയങ്കര കുറവുള്ള ആളുകളുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആളുകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത്. ഈ തലമുറയെക്കുറിച്ച് തന്നെ പറയുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു തലമുറയാണ്, അല്ലാതെ മറ്റുള്ളവരെ പോലെ സൂക്ഷിച്ച് വെക്കുക, മക്കൾക്ക് വേണ്ടി വെക്കുക, ഇതൊന്നും ഇല്ലാത്തൊരു തലമുറയാണെന്നൊക്കെയാണ്. സോ യു ആർ എ സക്സസ്ഫുൾ ബിസിനസ് മാൻ. 200-ലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോട് ഞാൻ ചോദിക്കാം, ഈ സക്സസ്സിന് ഒരു മന്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അരുണിൻ്റെ സക്സസ്സിന് പിന്നിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അരുൺ ചുരുങ്ങിയ വാക്കുകളിൽ എന്തൊക്കെ പറയും? ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യം, അതായത് റിച്ച് ഡാഡ് പുവർ ഡാഡിലെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രം. ഒന്നത്. രണ്ടാമത്തത്, നമ്മൾ തോക്കത്തില്ല എന്നറിയാം, നമ്മൾ എത്ര വലുതായിട്ട് ഡ്രീം ചെയ്യും. ഞാൻ അതുപോലെ ഡ്രീം ചെയ്യുന്നുണ്ടെന്നേ. അതുപോലെ ഡ്രീം ചെയ്ത് ലെറ്റ്സ് ഒരു പ്രൈവറ്റ് ജെറ്റൊക്കെ വേണം എനിക്ക്. അതുപോലെ ഞാൻ ഡ്രീം ചെയ്യുന്നത്, അതുപോലെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ചെയ്തു പോകും. അപ്പോൾ എനിക്കെന്താണ്, അതിനെ ഞാൻ അലൈൻ ചെയ്തു. എനിക്ക് ഇത്രയും വലിയൊരു കാര്യം വേണം, എന്നാൽ അതെങ്ങനെ, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ അവിടെ കൊണ്ടുവന്നു. നേരെ എന്നിട്ട് ഓരോ ബിസിനസ്സുകളിലേക്ക് ഞാൻ വരാൻ തുടങ്ങി. ഇതാണ് എന്നെ പുഷ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു ബിസിനസ് ചെയ്യുമ്പോഴാണ്. ബിസിനസ് ചെയ്യുന്നു, ലൈക്ക് എൻ്റെ ഫുൾ ഡേ ബിസി ആയിരിക്കണം, ലൈക്ക് ഫുള്ളി ടൈം സ്കെഡ്യൂൾഡ് ആയിരിക്കണം. എൻ്റെ അടുത്ത 2 മാസത്തേക്കുള്ള കലണ്ടർ ഫിൽഡാണ്. ഇങ്ങനെ ഫില്ലായി പൊയ്ക്കൊണ്ടേ ഇരിക്കണം. ഏതെങ്കിലും കലണ്ടർ ഫില്ല് ഞാൻ ചോദിക്കും, അമ്മ എന്താ ഇത് ഫില്ലാതെ, ഇത് ഫില്ല് എവിടെ, എന്ത് ഇത് കേട്ട്, ലൈക്ക് ഫുള്ളി പാക്ഡ് ആയിരിക്കണം. അത്രയ്ക്ക് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു 30ാമത്തെ വയസ്സ്, എനിക്ക് ഇനി 3 വർഷം ഇങ്ങനെ നിവർന്ന് കിടക്കുന്നുണ്ട്. സോ ഈ 3 വർഷം ഞാൻ അതുപോലെ ഞാൻ വർക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ട് പാഷനേറ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കി തന്നെ ഞാൻ ചെയ്യും. അത് ലൈക്ക് ഭയങ്കര ഒരു ഈ ആത്മീയതയുടെ വഴി എന്ന് പറയുന്ന പോലെ തന്നെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ആരോട് ഇത് ചിരിച്ച് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല എന്നുള്ളത് ആ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവും. നല്ല പ്രശ്നമുണ്ട്, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും, ഇഷ്ടംപോലെ പ്രഷറുണ്ട്. ഈവൻ ഇടയ്ക്കൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് ഞങ്ങൾ പോയി മൈറ്റ് ബി നേരത്തെ വി യൂസ് ടു ഹാവ് ഡ്രിങ്ക്സ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊന്നും മിണ്ടത്തില്ല. പോകാൻ നേരത്തെ ചേട്ടൻ വന്നിട്ടൊന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, എടാ എന്തെങ്കിലും ഉണ്ടേ നീ വാ, നമുക്ക് സംസാരിക്കാം, സോൾവ് ചെയ്യാമെന്ന്. ചേട്ടൻ അറിയാം എനിക്കെന്തോ പ്രഷറുണ്ട്, ഞാനതാ വന്നിട്ടുള്ളതെന്ന്. ചേട്ടൻ എവിടെയാണെങ്കിലും ഞാൻ ചെല്ലും. ചേട്ടന് ഹൈദരാബാദായിരുന്നു നേരത്തെ, അത് കഴിഞ്ഞിപ്പോൾ ചെന്നൈയിലാണ്. ഞാൻ ചെന്നിട്ട് ഇത് ചെയ്യും. ഇല്ല, ഞാൻ ലൈക്ക് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എൻ്റെ ഒരു ഹാപ്പി പില്ലാണ് അവിടെ. ഒരു ഭയങ്കര മോട്ടിവേറ്റിംഗ് സ്റ്റോറിയാണ് അരുണ്ട്. ഇനി ഒരൊറ്റ കാര്യം കൂടെ, എല്ലാവരും പറയും ഇപ്പം ജീവിച്ചില്ലേ എപ്പോൾ ജീവിക്കാനാ. 20s കുറിച്ച് എല്ലാവരും പറയുന്നത്, ഇപ്പം ജീവിച്ചില്ലേ എപ്പോൾ ജീവിക്കാനാ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം ആസ്വദിച്ചില്ലേ, കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ എപ്പോൾ ആസ്വദിക്കാനാ. അപ്പോൾ അരുൺ ഈ 18 to 20 hours വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, ഇത്രയും ബിസിനസ്സുകൾ സെറ്റപ്പ് ചെയ്ത ഒരാളായതുകൊണ്ട്, ഇതിൻ്റെ കൂടെ സാക്രിഫൈസസ് ഒരുപാട് ചെയ്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ജീവിച്ചില്ല എപ്പോൾ ജീവിക്കാനാന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അരുൺ ഇപ്പം ജീവിക്കുന്നില്ല, ഒരു ബിസിനസ്സുകാരൻ്റെ ജീവിതം ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അരുൺ ഇനി എപ്പോൾ ജീവിക്കും? 30 തൊട്ട് 50 വയസ്സ് വരെ എനിക്ക് നീണ്ടു നിവർന്ന സമയം കിടക്കുന്നുണ്ട്. ദൈവം എൻ്റെ അനുഗ്രഹിക്കുന്നതനുസരിച്ച് സമയം കിടക്കുന്നുണ്ട്. വേറെ ആയിരുന്നു ആലോചിച്ചേ, ഈ 20s ഇതുപോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. ലൈക്ക് ഞാൻ എൻജോയ് ചെയ്ത പോലെ പലരും എൻജോയ് ചെയ്ത് കാണില്ല എന്നും വേണം ഞാൻ പറയൂ ഇതിൽ. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 1 year ആയി ഈ പറയുന്ന ഡ്രിങ്ക്സ് ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. എനിക്ക് മനസ്സിലായി എനിക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന സമയത്ത് ലൈക്ക് ഒരു 100 crore ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ ഡിസിപ്ലിൻ ഇതൊന്നും പോരാ, എനിക്കിത് വേണം. സോ ഐ സ്റ്റോപ്ഡ് ഇറ്റ് ദാറ്റ് ഡേ. അന്ന് തന്നെ ഞാൻ നിർത്തി. ഞാൻ അതുപോലെ പാർട്ടി പബ്സ് എന്ന് പറഞ്ഞ് മാത്രം നടന്ന ഒരാളാണ്. അത്രയ്ക്ക് നല്ലവനായി നേരെ അങ്ങ് നിന്ന ഒരാളല്ല. അത് വേറെയാണ്. അത് വേറൊരു സൈഡാണ് എൻ്റെ, ഇത് വേറൊരു സൈഡാണ് എൻ്റെ. ആൻഡ് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, വീക്കെൻഡ്സ് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് എപ്പോൾ വേണേൽ പോകാൻ പറ്റും. ഇതെൻ്റെ ഫ്രീഡമാണ്.
ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ 20s. മതി, ഇത് മതി. എനിക്ക് പോകേണ്ട സ്ഥലത്ത് പോകണം. സൺഡേസ് ഉണ്ട്, മതി, ധാരാളമാണ്. എനിക്ക് സാറ്റർഡേ സൺഡേസ് ഇതാണ് വർക്കൗട്ട് ചെയ്യുക. എനിക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ചില വീക്കെൻഡ്സ് ഞാൻ അങ്ങ് പോകത്തില്ല. ഞാൻ ലൈക്ക് വേറെ ഇവിടെ തന്നെ ഫ്രണ്ട്സുമായിട്ടിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ കൊളീഗ്സുമായിട്ടായിരിക്കും. എൻ്റെ കൊളീഗ്സാണ് എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി. ഞാൻ അവരുടെ കൂടെ തന്നെ ഫുൾ ടൈം എപ്പോഴും. ഈവൻ എൻ്റെ ബ്രദർ ഇടയ്ക്ക് വന്നിട്ട് പറയും, എടാ നിൻ്റെ മാനേജേഴ്സ് എടാ അമ്മമാർക്കും ലൈഫുണ്ട്, നീ അമ്മയുടെ കൂടെ ഫുൾ ടൈം നീ അമ്മനെ വിളിച്ചോണ്ട് എല്ലായിടത്തും പോകാത്ത എന്നൊക്കെ പറയും. സോ എനിക്ക് ആക്ച്വലി അവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളത്. സോ എൻ്റെ ഫ്രണ്ട്സ് അവരാണ്, എൻ്റെ കൊളീഗ്സ് അവരാണ്. ലൈക്സ് ആ രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 1 സ്നേഹിതർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് പണ്ടത്തെ. ഓക്കെ. അതിൽ ഇന്നസെൻ്റ് ഒരു കല്യാണം കഴിക്കാൻ അവസാനം വരെ നടക്കും. ഓക്കെ. പക്ഷെ പറ്റത്തില്ല, കാരണം മമ്മൂട്ടിയുടെ PA ആ. ഓക്കെ. ഓരോ പെണ്ണ് കാണലിനും ബിസിനസ്സിന് വിളിക്കണം. അവസാനം PA-മാര് ഓടരുത്, ഇനി എനിക്കിത് വയ്യ സാർ, എനിക്ക് കാശ് വേണ്ടെന്ന് പറയുന്ന അവസ്ഥ. പക്ഷേ ദിസ് ഇസ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഫേമിലുള്ള മെയിൻ ഒരു കോറായിട്ട് ഞാൻ ബിൽഡ് ചെയ്ത 10+ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഫ്യൂച്ചർ CEOs ആണ് എൻ്റെ കമ്പനിയുടെ, ആൻഡ് ഫ്യൂച്ചർ പാർട്ട്നേഴ്സ് ആയിരിക്കും എൻ്റെ. സോ ഞാൻ അവരെ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഓൺട്രപ്രന്യൂർഷിപ്പിലേക്കുള്ള. എന്ന് മാത്രമല്ല സെയിം ഡ്രീംസ് ആണ്, സെയിം ഡിസിപ്ലിനും എത്തിയിട്ടുണ്ട്. ഇവൻ ചിലവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ലൈക്ക് അമൽ വന്നിട്ട് പറയും റീസെൻ്റ്ലി നമ്മുടെ ഏതൊരു ആരോ വന്നിട്ട് പറഞ്ഞു, ലൈക്ക് അവർക്ക് പ്രഷറാന്നൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വന്നിങ്ങനെ പറയും, ജീവിതത്തിൽ പ്രഷറാന്നൊക്കെ. അപ്പോൾ എൻ്റെ ആണ് അമൽ വന്നിട്ട് പറയാം, നമ്മളെ പ്രഷർ കുക്കർ ഉണ്ട് എന്നിട്ട് ഇന്ന് സല്യൂട്ട് അടിക്കുമല്ലോ ബ്രോ, പിന്നെയാണ് ഇവർ ഇതൊന്നും പറയുന്നത്. സോ അവരുടെ വ്യൂവേ മാറി മൊത്തത്തിൽ. ലൈഫിൽ പൈസ ഉണ്ടാക്കണം. ചിലർ വന്നിട്ട് പറയും, സാർ ലൈക്ക് നേരത്തെ ലക്ഷങ്ങളൊക്കെ വലുതായിട്ടാണ് തോന്നിയത്, ഇപ്പോൾ ലക്ഷങ്ങളൊന്നും അല്ല എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി. ഞാൻ അങ്ങനെ അവർ ഇത് ചെയ്യുന്നുണ്ട്. ലൈഫിൽ പലരും അവരുടെ ചിന്താഗതി ഞാൻ ഇവരോട് തന്നെ പറയും, 1992 ഹർഷത് മെഹ്ത എന്ന് പറയുമ്പോൾ പുള്ളി 10,000 CR പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് ആ 1 കോടി രൂപ വലുതാന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലാണ്, നമ്മുടെ വേ ഓഫ് തിങ്കിങ് ബാക്കിലാണ്. ഇലോൺ മസ്ക് മാർസിൽ കോളനൈസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു പുഷ് എനിക്ക് പലപ്പോഴും ഇവിടെ കുറേ ബുക്സിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതൊക്കെ ആ ഒരു ഇൻപുട്ട് വേ ഓഫ് തിങ്കിങ് മോട്ടിവേറ്റഡ്. ഏത് ബുക്ക് വായിച്ചാലും അവനവന് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഫീൽ വരണമല്ലോ. വായിച്ച് വീടുമല്ലോ, ആവശ്യത്തിന് വായിക്കുമല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചാൽ. ഈ പറഞ്ഞ പോലെ അടുത്തൊരു മൈൽ സ്റ്റോണിന് ശേഷം വീണ്ടും കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.